ഹലോ 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 പ്രിയമുള്ളവരെ, ആദ്യമേ എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് പറയാനുള്ളത്. കാരണം ഞാൻ തൃശ്ശൂരിപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഇങ്ങോട്ടുള്ള ഒരു റോഡാണ് കരിപ്പുള്ളിയാണ്. നമ്മൾ വിചാരിച്ച സമയത്ത് എത്തില്ല. അപ്പം അത് കാരണം തൃശ്ശൂരിലെ പരിപാടികൾക്ക് വളരെ കുറവാണ് ഞാൻ വരാറ്. എന്നാൽ എല്ലാ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിലും ഞാൻ വരാറുണ്ട്. ഇവിടെ നിന്ന് താമസിച്ചൊക്കെ അത് കണ്ടിട്ട് പോകും. സാഹിത്യ അക്കാദമിയിൽ ഞാൻ ആദ്യമായി കയറുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം അൻവർ അലിക്ക് അവാർഡ് കിട്ടിയപ്പോഴാണ്. പുള്ളി എന്നെ സുഹൃത്തായതുകൊണ്ട് പുള്ളി എന്നെ വിളിച്ചു. കഴിഞ്ഞ കൊല്ലം ഞാൻ കയറി രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയത്. അല്ലെങ്കിൽ അവിടുത്തെ പരിപാടിക്കൊന്നും ഞാൻ വരാറില്ല. പക്ഷെ തിയേറ്റർ ഫെസ്റ്റിവലിന് ഞാൻ വരാറുണ്ട്. ഒരു തരത്തിൽ ഞാൻ ചേർത്തിൽ ഞാൻ കുറെ കാലം താമസിച്ച് നാടകം ചെയ്തിട്ടുണ്ട്. ഈ പ്രിയന്തന്റെ ഒരു ടീമാണ്. അപ്പൊ അവിടെ നിന്ന് ഫയർ റേസേഴ്സ് എന്ന് പറഞ്ഞ വളരെ ഒരു വിശ്വപ്രസ്ഥാനമായ നാടകം ചെയ്തിട്ടുണ്ട്. തീവയ്പ്പുകാർ സൂര്യാസൂനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു നാടകം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഫെസ്റ്റിവലിലെ കളിച്ചാണ്. എറണാകുളത്തും ഉണ്ടായിരുന്ന ഒരു തിയേറ്റർ സംരംഭം ലിവിങ് തിയേറ്റർ അങ്ങനെ കുറെ കാലം ഞാൻ നടന്നു. അതിൻ്റെ ഒരു രസമുണ്ടായിരുന്നു ജീവിതത്തിൽ. അത് ഒരുപാട് ഉറക്കുറപ്പും സ്റ്റാമിനയും ഒക്കെ വേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം വിട്ടുവന്നത്. മാത്രമല്ല ഈ ആൾക്കാരെയൊക്കെ കിട്ടണമല്ലോ സമയം. ഇപ്പൊ നാടകങ്ങളൊക്കെ പോയി കാണും. ഈ കവിതയിലെ കാര്യങ്ങൾ എനിക്ക് ഞാനൊരു കോളേജ് മാഷായിരുന്നെങ്കിൽ എനിക്ക് ഔപചാരികമായി സംസാരിക്കുന്ന രീതി എനിക്ക് ഒട്ടും പരിചയമില്ല. പരിചയമില്ലെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചട്ടപ്പടി സംസാരമുണ്ടല്ലോ, അതെന്നെ കൊണ്ട് കഴിയില്ല. ഞാനപ്പോൾ എനിക്ക് ഇപ്പോൾ വരുന്നത് പോലെ പറയാം. അതിൻ്റെ ഒരു അടിസ്ഥാനം നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. മനസ്സിലായി? അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ മുമ്പിൽ കുറച്ച് ആൾക്കാർ ചെയ്യും. അവരെ കാര്യമായി എന്തെങ്കിലും ഉദ്ബോധിപ്പിക്കാനുണ്ട് എന്ന മട്ടിൽ ഒന്ന് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. സരസ്വതി ടീച്ചർ എനിക്കായിട്ട് ഉള്ള ഒരു പരിചയം എന്ന് വെച്ചാൽ സരസ്വതി ടീച്ചറെ ഞാൻ കാണുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ ഒരു നോവൽ മനോരമായിട്ട് വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നോവൽ എഴുതിയിട്ടില്ല മനോരമായിട്ട്. ആണോ? ഞാൻ വിചാരിക്കും അന്ന് വിനേന്ദ്രൻ മാഷിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 82-ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 80-ലാണോ 82-ലാണോ എനിക്ക് തോന്നുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമ ഇങ്ങനെ കോളേജ് അധ്യാപകർക്ക് വേണ്ടി ഒരു കോഴ്സ് വെച്ചു, ഒരു തിയേറ്റർ ട്രെയിനിങ് കോഴ്സ്. അപ്പം അതിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായി. സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ മൊത്തം ചേർത്തിട്ടാണ്. അപ്പം അതിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എന്നെ മാത്രമാണ് അവർ സെലക്ട് ചെയ്തത്. ഇവിടെ നിന്ന് സരസ്വതി ടീച്ചർ ഉണ്ടായിരുന്നു, കേരളവർമ്മ എന്ന് BG തമ്പി ഉണ്ടായിരുന്നു, ഗോപിനാഥനാണോ ജാനകിയാണോ, ഗോപിനാഥൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ അന്ന് ഷൂഹീന്ദ്രൻ മരിച്ചു പോയതൊക്കെ, രാമേന്ദ്രൻ മൊഹേലി അതൊരു കോഴിക്കോട്. പിന്നെ സാക്ഷാൽ D വിനയേന്ദ്രൻ ഉണ്ടായിരുന്നു. ഇത് രണ്ടുപേരും. അപ്പം അങ്ങനെ ഒരു വലിയ ആദ്യത്തെ ഒരു കോഴ്സിൻ്റെ കൂടെ ചെയ്തവരാണ് നരേന്ദ്രപ്രസാദൊക്കെ. രണ്ടാമത്തെ കോഴ്സിലാണ് ഞങ്ങളെല്ലാം കണ്ടത്. അതിൻ്റെ ഒക്കെ കേരളത്തിലുമാണ് ഞാൻ നാടകം കളിച്ച് പോയത്. അതിനു മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്ന കാലത്ത് അവിടെ നാടകം കളിച്ചിട്ടുണ്ട്. ശ്രീരാം സെൻറ്റർ ഫോർ ആർട്സിൽ വലിയ ഓംചേരി പോലൊരു സംഭവമാണ്, വലിയ സംഭവമായിരുന്നു. അപ്പം അങ്ങനെ അന്നേ എനിക്ക് പരിചയമുണ്ട്. ആ കാലത്ത് ഞാൻ ഇവരുടെ വീട്ടിൽ ഒരിക്കൽ വന്നിട്ടുണ്ട്. സർവീ ടീച്ചറിൻ്റെ വീട്ടിൽ ഒരിക്കൽ വന്നിട്ടുണ്ട്. അന്ന് ഈ കുട്ടി ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഓർമ്മ. അപ്പം അങ്ങനെ വളരീഷൻ മാഷിനെ എനിക്ക് പരിചയമുണ്ട്.
അപ്പം അതൊക്കെ അങ്ങനെ പോകുന്നു. അതിൽ ഞാൻ സൗഹൃദം അധികം സൂക്ഷിച്ചിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ദീവനേന്ദ്രനുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു, രാമേന്ദ്രൻ മൊഴിയായിട്ടുണ്ടായിരുന്നു, ശോഭീന്ദ്രനുമായിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു സൗഹൃദം. കേരളത്തിലെ എല്ലാവരും അറിയും. ഗോപിയൊക്കെ ഗോപിയുടെ വൈഫ് ജാനകിയൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെങ്ങനെ കാര്യമില്ല, ഡൽഹിയിലാണോ? അപ്പൊ അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഞാൻ രണ്ട് കവിതയെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളത്. ഒന്ന്, എനിക്ക് അത്ഭുതമുണ്ട്, ഒരു 8ാം ക്ലാസ്സിനെ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു കവിയാകണേ എന്നതാണ് സത്യം. രണ്ടാമത്തെ കാര്യം ഒരു ഭാഷാകണേ എന്നതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു വഴിയല്ല ഞാൻ പോയത്. അതായത് ഞാനൊരു പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. എന്നെ ഒരു മാതൃകയാക്കാൻ പോകില്ല അവിടെ. വീട്ടിൽ നിന്ന് ഒളിച്ചോടി. അങ്ങനെ ട്രെയിനിൽ തീവണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യമായി പബ്ലിഷ് ചെയ്തു വന്നൊരു സാധനം വായിക്കുന്നത്. അതൊരു ചങ്ങനാശ്ശേരിനൊക്കെ ഉള്ളൊരു ലോക്കൽ മാസികയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒളിച്ചോടി. ഞാൻ പിന്നെ ആലോചിച്ചിട്ടുണ്ട് എന്താണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒളിച്ചോടിയാണ് ഞാൻ എയർഫോഴ്സിൽ ചേരുന്നത്. അപ്പം ആ എയർഫോഴ്സിൽ ചേരുന്നതിൻ്റെ പുറത്ത് പിന്നെ ആരെങ്കിലുമൊക്കെ ആക്കണം എന്ന് കരുതി വീട്ടിൽ നിന്ന് തൊഴിലെപ്പടി ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ എടുത്ത് പാസ്സായതാണ് ഞാൻ. അപ്പോൾ ഈ നമ്മളെപ്പോഴും നമ്മുടെ വീഴ്ചകളെ വലിയ ആളുകളുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടും, സമാധാനപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഈ ഹെർമൻ ഹെസ്സൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശരിയായി സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒളിച്ചോടും. അതൊരു വൈകാരിക യാത്രയാണ്, ഇമോഷണൽ ജേർണി എന്നാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും ഞാൻ ഒളിച്ചോടി ഞാൻ എയർഫോഴ്സിൽ ചേർന്നു. അങ്ങനെ ഒരു 10 കൊല്ലം അതൊന്ന് പോയി. അത് രസമാണ്. അപ്പോൾ എൻ്റെ ഈ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അന്ന് എനിക്ക് എഴുതാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ട്രെയിനിങ് സെൻ്റർ കാലത്തൊക്കെ 10 മണിക്ക് വിളിച്ചോണമായിട്ട് നിർബന്ധമുണ്ട്. അവർ വന്ന് നോക്കിയിട്ട് പിടിക്കും നമ്മൾ കറക്റ്റ് 10 മണിന്. അപ്പം ഞാൻ രഹസ്യമായിട്ട് ബാത്റൂമിലൊക്കെ കയറിയിരുന്ന എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെന്നെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പണിഷ്മെൻ്റ് ആണ്. അങ്ങനെ ഒരു രസം. അപ്പോൾ അക്കാലത്ത് എൻ്റെ ഒരു ചെറിയ കഥ പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ചെറിയൊരു ജീവിതമാണ് എനിക്ക് എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം. അതായത് വളരെ അച്ചടക്കത്തോടുകൂടി നമ്മൾ കൃത്യമായി പഠിച്ചൊരു എഴുത്തുകാരനാവാം എന്ന് ഒരുമ്പെട്ട് ഇങ്ങനെ എഴുതുകയും ഒക്കെ ചെയ്ത ഒരു സംഭവത്തിന് പകരം ഇങ്ങനെ ചെറിപ്പോയ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതൊരു വിധത്തിൽ നന്നായി എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു വൈഡർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ നിലയ്ക്ക്. ഇപ്പോൾ നാടകം കളിക്കാൻ ഞാൻ ഡൽഹി റേസ് കോഴ്സിൽ താമസിക്കുമ്പോൾ അവിടെ നാടകം കളിക്കാനായിട്ട് പോവും. ഈ എയർപോർട്ടിൽ എഴുതി പോയിട്ട് അവിടെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഈ ശ്രീരാം സെൻ്റർ ഫോർസിൻ്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വളരെ വൈകിയൊക്കെ വന്നിരുന്ന എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു അജ്ഞാത ശവമായിട്ട് ചിലപ്പോൾ തെരുവിലൊക്കെ. ഡൽഹി ഏരിയയാണ്. ആ ഒരു കാലത്താണ് ഈ വില്യ രംഗൊക്കെ 2 പിള്ളേരെ കട്ടുകൊണ്ടുപോയിട്ട് കൊലപാതകം പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു കാലമാണ്. അപ്പം അതിൻ്റെ ഒരു സാഹസികതയൊക്കെ ഭയങ്കരമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ പോകാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അത് പ്രായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മനസ്സ് മാറും. അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു എഴുത്താണ് എനിക്ക് സംഭവം. എൻ്റെ ഒരു ആദ്യത്തെ പുസ്തകം 1989 വരുന്നത്, ഒരു കുരുവി ഒരു മരം എന്നൊരു പുസ്തകം. അത് വന്നപ്പോൾ കെ വി രാമകൃഷ്ണൻ മാഷ് പറഞ്ഞില്ലായിരുന്നു, അങ്ങേര് ഉണ്ടാവണമെന്ന് എനിക്ക് ഒരു തരത്തിലൊരു ആഗ്രഹമുണ്ട്. ആ പുസ്തകത്തിനെ പറ്റി PP രാമചന്ദ്രൻ പിന്നെ വേറെ 2 പേരും നല്ല നിരൂപണം എഴുതി. കവി കെ വി രാമകൃഷ്ണൻ മാഷിന്റെ നിരൂപണമാണ് ആദ്യം വരുന്നത്. എന്താ, ഇതൊരു ബുദ്ധിജീവി കവിതയാണ്, ഇതൊരു രീതിയിൽ നേരെയാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്.
നാഗർന്ന് വരാൻ്റെ പടത്തിൽ. അപ്പം അന്നത് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ആ നിരൂപണമൊക്കെ വായിക്കുമ്പോൾ കടമനിട്ട് രാമകൃഷ്ണൻ്റെ അദ്ദേഹം മുമ്പിൽ ഇരിപ്പുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, നീ അതൊന്നും പേടിക്കണ്ട, പുള്ളി അത് വിട്ടുകളാ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ തോമസ് മാത്യു സാറ് കവിത നല്ലതെന്ന് പറഞ്ഞാൽ നിരൂപണം മോശമായിരുന്നു, അപ്പം അങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ പുള്ളി. പക്ഷേ രാമകൃഷ്ണൻ സാറിൻ്റെ എഴുത്തോട് കൂടിയിട്ട് ഒരു ഏതാണ്ടൊരു 8-9 കൊല്ലത്തേക്ക് ആ പുസ്തകം മുങ്ങിപ്പോയി. സത്യം മുങ്ങിപ്പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനത് സത്യം. അതിൽ കഴിഞ്ഞ് നമ്മുടെ പുതിയ ആൾക്കാർ പി രാമൻ, അൻവറലി, അനിത തമ്പി ആൾക്കാർ വന്നപ്പോൾ അവരെല്ലാം കവിതയ്ക്കൊരു ഇടം എന്ന് പറഞ്ഞൊരു വാസികൾ, കവിതയ്ക്കൊരു ഇടം പറ്റുന്നത്. അപ്പം അവരതിനകത്ത് പറഞ്ഞു, അന്ന് മലയാള കവിതയുടെ മുഖം ചേഞ്ച് ചെയ്തൊരു പുസ്തകം, ഒരു കവിത, ഈ ഒരു വരുന്ന പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ അവരെഴുതിയോടുകൂടിയാണ് ആ പുസ്തകം വീണ്ടും ഒരു ശ്രദ്ധയിലേക്ക് വരുന്നത്. വളരെ ശ്രദ്ധ ഉള്ളൊരു പുസ്തകമാണ് അതെന്ന് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെയും ഏതാണ്ട് എഴുത്ത് തുടങ്ങിയതെന്ന് പറയാം. നിരാശ കൊണ്ടൊന്നുമല്ല, ഞാൻ നാടകം കളിച്ച് നടന്നിരുന്നു, അത് ഒരുപാട് സമയം എടുത്തിരുന്നു. പിന്നെ DC-ൻ്റെ ഒരു 5 പുസ്തകം ഇറക്കി, ഈ കർണാസുദ്ധി അടക്കം. മറ്റേ മരിയ വർഗ ജോസയുടെ പുസ്തകത്തിൻ്റെ വിവർത്തനം, അത് ഒരുപാട് വിറ്റുപോയ പുസ്തകമാണ്. രണ്ടാനമ്മയ്ക്ക് സ്തുതി എന്ന് പറഞ്ഞ പുസ്തകം. അത് പിന്നെ എഡ്ഗർ കരേറ്റ്, ഈ എഡ്ഗർ കരേറ്റിൻ്റെ കഥയൊക്കെയാണ് എന്നെ തകർത്തിട്ടുള്ളത് വായിച്ചു കഴിഞ്ഞാൽ. അതായത് ഈ 2 പുസ്തകവും ഞാൻ വിവർത്തനം ചെയ്യുന്നത്, അത് ചെയ്യുമ്പോൾ അതിനൊരു വിഷമം കാരണം ഞാൻ വിചാരിക്കും വേണ്ട, ഇത് പുതിയ കുട്ടികളാണ് അങ്ങനെ തോന്നുന്നു. പക്ഷെ ആ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ എന്നെ വല്ലാതെ വിചാരിച്ചാൽ അത് ആ പുസ്തകം നിർബന്ധിച്ചാണ് എന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത്രയധികം ഈ കഥനത്തിൽ നരേഷനിൽ വൈവിധ്യം കൊടുക്കുന്നത് ഇത് ഞാൻ ആ മരിയ ജോസയുടെ പുസ്തകം പോലെ അല്ലാതെ കണ്ടിട്ടില്ല. എഡ്ഗർ കരേറ്റിൻ്റെ കഥ, എഡ്ഗർ കരേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ഏറ്റവും പ്രധാന റൈറ്ററാണ്. അങ്ങനത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ പോളി ഫിലിമിൻ്റെ പ്രൊഫസറാണെന്ന് തോന്നുന്നു, ഇരാൻ പൂന്തേനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ കരേറ്റിൻ്റെ ഈ പുസ്തകം പറഞ്ഞാൽ എല്ലാ കഥകളും കൂടി വന്ന 2 പാരഗ്രാഫുകളുണ്ട്. ഈ 2 പാരഗ്രാഫ് കൊണ്ട് നമ്മളെ തകർത്ത് കളയുന്ന കഥകൾ ഇങ്ങനെ എഴുതാൻ പറ്റും മനുഷ്യന് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ കഥയും ഞാൻ താല്പര്യമെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് 2 DC പ്രസിദ്ധീകരിച്ചാണ്. അപ്പം DC ഉടനെ വേറെ തടിയ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരാൻ തുടങ്ങി, ഇത് വിവർത്തനം ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ മരിയ വർഗ ജോസയുടെ ഫീസ്റ്റ് ഓഫ് ദ ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ അടുത്ത് വന്നു. ഞാനപ്പോൾ സാക്ഷാൽ നമ്മുടെ തടി രക്ഷിക്കണ്ടേ, ഞാൻ സാക്ഷാൽ ഒരു നുണ പറഞ്ഞു, ഈ സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു വലിയ പണിയില്ലേ, നമ്മളിങ്ങനെ ഇരുന്ന് കാര്യം അതിൻ്റെ കാശൊക്കെ കിട്ടും, കാശല്ലല്ലോ പ്രശ്നം, നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തില്ല. അങ്ങനെയാണത് ആ പുസ്തകം ആശാല് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഞാൻ ആ പുസ്തകത്തിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയത് ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ കവിതകളുടെയും വേറെ ആളുകളുടെ കവിതകളുടെയും വിവർത്തനം ഇംഗ്ലീഷിലേക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഇംഗ്ലീഷ് കളക്ഷൻ ഉണ്ട്, ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. അത് ഞാനും ഡോക്ടർ CS വെങ്കടേശ്വരനും കൂടെയാണ് ചെയ്തത്. എൻ്റെ കുറേ കവിതകൾ ഞാനും ഒരു നീണ്ട കവിത ഡോക്ടർ CS വെങ്കടേശ്വരനും ചെയ്തു. അത് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചറും പ്രസിദ്ധീകരിച്ച കവിതകളാണ്. എൻ്റെ സത്യാനന്ദ മാഷൊക്കെ ലിറ്ററായിട്ട് അതിനുശേഷം വന്നിട്ടുണ്ട്. ഞാൻ ചില ആൾക്കാരുടെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ പണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം അല്ലാതെ എനിക്കത് കഴിയുമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യവും പരിമിതികളും ഒക്കെ ഉണ്ടോ ഞങ്ങൾക്ക് പ്രശ്നം. അങ്ങനെയാണ് എഴുത്തിനെ പറ്റിയിട്ടുള്ളൊരു സാധാരണ അനുഭവം പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ഒരു 10-18 വയസ്സ് തൊട്ട് ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എനിക്ക് ആളുകളുമായിട്ട് ഇടപെടാൻ കഴിയും, സാഹസികമായിട്ട് ജീവിക്കാനും കഴിയും. നല്ല ഒരു സ്റ്റൈലും ജീവിതമായിരുന്നു. എൻ്റെ കൂടെയൊക്കെ അന്ന് സർവീസിലുണ്ടായിരുന്നവരാണ് CR പരമേശ്വരൻ. ഞങ്ങളൊന്നും പക്ഷെ അവിടെ വെച്ച് വലിയ ഇതൊന്നുമില്ല. CR പരമേശ്വരൻ്റെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം
ജെന്റിൽമാൻ ആയിരുന്നു പറഞ്ഞു. ഞാൻ അന്നും ഇന്നും അതല്ല. ഞാനതിൻ്റെ അല്ല ഉള്ള കാര്യം ഞാൻ പറയുന്നു. എൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഉള്ളൊരു ജീവിതത്തിന് പറ്റിയതായിരുന്നു അത്. ഡെയിലി ബാറൊക്കെ ഉള്ള സ്ഥലം, പോയി രണ്ടെണ്ണം അടിച്ച് ഇങ്ങനത്തെ ഇടപാടുകൾ. ഇതൊന്നും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ തെറ്റൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ആഹാരക്രമം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് സാമ്പത്തികമായിട്ടും ഒക്കെ പറ്റുമെങ്കിൽ നടക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയോ അത്ര ഉള്ളതിനെ. ഇപ്പം അതെല്ലാം വിട്ട് ഞാനൊരു ജെന്റിൽമാനായി ശരിക്കും. അപ്പം ഇതിനിടയിലൂടെ കടന്നുപോയ ഒരുപാട് ലോകത്തിലെ ഈ ഇന്ത്യയിലെ എഴുത്തുകാരിൽ ഏറ്റവും നല്ല വലിയ ആൾക്കാരെ ഞാൻ പ്രതിഭാശാലയിൽ ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവൻ ഇതുപോലുള്ള യൂറോപ്യൻ സദസ്സുകളിലാണ്. യൂറോപ്യൻ സദസ്സുകൾ ഹരീന്ദ്ര പ്രസാദ് സാറാവട്ടെ, സാക്ഷാൽ ജോൺ അബ്രഹാം, ഈ ആൾക്കാരെ മുഴുവൻ ഇതുപോലെയുള്ള ഉഴപ്പൻ സദസ്സുകളിലാണ് കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് അവർ ഈ ഉഴപ്പും അവരുടെ ഈ സർഗാത്മകമായ ഒരു അത് അവരെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ അത്ഭുതമാണ്. ഇവർ എന്നിട്ടൊക്കെ എഴുതുകയല്ലേ, ഇവർ പിള്ളേർ ഇടപാടില്ലല്ലോ. അവർ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സമയമൊക്കെ കണ്ടെത്തുന്നു, അവർ ചെയ്യുന്നു. അത് ഈ ഭയങ്കരമായൊരു ജീവിതമാണ് അവരെല്ലാം സത്യത്തിൽ ജീവിക്കുന്നത്. എനിക്കതിൻ്റെ ഒരു കാൽഭാഗം പോലും അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഈ അനിതാ തമ്പി, അൻവർ അലി, ടി പി രാജീവൻ ഇങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ ആ പുസ്തകം പൊക്കിയെടുക്കുന്നത്. പി രാമൻ ഈ ഒരു കുടി ഒരു മരം എന്ന് പറഞ്ഞ പുസ്തകം. അന്നപ്പോൾ ആ കവിത, അതിനകത്ത് ഒരു കവിത ഞാൻ വായിച്ചിട്ട് ഈ നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂതിരി സാറിനെ വട്ടം കെട്ടിപ്പിടിച്ചു. പക്ഷെ എന്നാൽ ഇതൊന്നും വേണ്ട പോലെ ഒരു ഗവൺമെന്റ് രീതിയിൽ നമുക്ക് ഗുണപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഈ വളരെ ഇത് ഉണ്ടാക്കി പറഞ്ഞതിൻ്റെ പുസ്തകം ആദ്യം DC പ്രസിദ്ധീകരിച്ച പുസ്തകം ചെറുത് വലുതാകുന്ന പറഞ്ഞൊരു പുസ്തകമാണ്. അത് ഗംഭീരമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പം എനിക്കിത് ഈ അവാർഡിനെ അയക്കണമെന്ന് ഉള്ളൊരു തോന്നൽ ഉണ്ടായില്ല. എൻ്റെ ഒരു പുസ്തകവും ഞാൻ അയച്ചില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ സാഹിത്യ അക്കാദമി തപ്പിപ്പിടിച്ച് അതിന് കണ്ടുപിടിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനതൊന്നും എന്താ പോയി. അപ്പം 3-4 കവിതാ സമാഹാരങ്ങൾ അങ്ങനെ പോയി. ഞാൻ ഒരു അവാർഡൊന്നും അയച്ചിട്ടില്ല. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് നമ്മുടെ കവിത ഇവിടെ ഇന്നും വരുന്നില്ല, ഇതിൻ്റെ ലിസ്റ്റിൽ ഒന്നും വരുന്നില്ല, ഇതെന്ത് പരിപാടി? ഞാൻ DC-യുടെ ശ്രീകുമാരനോട് ചോദിച്ചാൽ നിങ്ങളിത് അയക്കാറില്ലേ പുസ്തകം? അപ്പം അവർ പറഞ്ഞിട്ട് അയക്കാറില്ല. കാരണം അപ്പം ചിലരുടെ അയക്കാൻ പറ്റുമെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യും. അത് നമ്മൾ വേണമെങ്കിൽ അയച്ചാൽ അവർക്ക് എന്നിട്ട് ഒരു കോപ്പി അയച്ചാൽ മതി. അവർക്കത് പരിഗണിച്ചെന്ന് പറഞ്ഞാൽ അവർ വേറെ കോപ്പി അവർ കാശ് കൊടുക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇടപെടെന്ന് പറഞ്ഞു. മാത്രമല്ല എൻ്റെ ഇത് കാരണം എനിക്ക് വലിയ മക്കളൊക്കെ ഉണ്ട്. അവർ ഒരുത്തന്നെ ഒരു കോളേജ് മാഷിനൊക്കെയാണ്, വേറൊരുത്തൻ ഇന്ത്യയിൽ ജേർണലിസ്റ്റാണ്. അപ്പോൾ ഇവന്മാരുടെ ഭാര്യമാർ പിന്നെ വഴക്കൊക്കെ പറഞ്ഞു ഇമെയിൽ കാണിക്കണം ഇതയക്കില്ല. അപ്പോൾ എനിക്കത് സത്യത്തിൽ അയക്കാമെന്ന് പറഞ്ഞൊരു നാണക്കേട് കൂട്ടായിരുന്നു. അതായത് അന്നിങ്ങനെ കൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ചെന്നിങ്ങനെ കാണിക്കുകയില്ല. അങ്ങനെ പിള്ളേരും എല്ലാം കൂടെ ചീത്ത പറഞ്ഞ് ഞാൻ ഈ കടലാസ് വിദ്യാഭ്യാസ പുസ്തകം അയച്ചു. അതിന് കിട്ടി. അതെനിക്കിപ്പോൾ വായിക്കില്ല. അതൊരു ആ TV-യുടെ അതിൻ്റെ സ്ക്രോളൊക്കെ വരുമ്പോഴാണ് അറിയില്ല ഇങ്ങനെ ഒരു നടപടി നടക്കുന്നുണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് അവാർഡ് കിട്ടുന്നത്. അതിനുമുള്ള ഒറ്റ പുസ്തകം 4 പുസ്തകവും ഞാൻ അയച്ചിട്ടില്ല. അതൊക്കെ അയക്കണമായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതെങ്ങനെയോ ഇവരുടെ ചീത്തയും ഒക്കെ സഹിക്കാനില്ലാതെ ഞാൻ അയച്ചു വെക്കാം. അപ്പം അങ്ങനെയാണ് അത് അവാർഡ് കിട്ടുന്നത്. അതിന് മുമ്പത്തെ കൊല്ലം കിട്ടിയത് എൻ്റെ സുഹൃത്തിന് തന്നെയാണ്, അനുഗ്രഹിക്കാണ് കിട്ടിയത്. അതിന് മുമ്പത്തെ കൊല്ലം. അപ്പം ഇവരെല്ലാവരും എൻ്റെ കവിതയെ ഒരുപാട്, പക്ഷേ ഞാൻ സത്യം പറയാൻ ഇങ്ങനെ പറവൂരിൽ ആർക്കെങ്കിലും ഞാൻ ഇപ്പോഴും കവിത എഴുതും എന്ന് അറിയാമെന്ന് മനസ്സിലായി. ഈ എഴുതിക്കനെ കുറിപ്പ് എന്ന് പറഞ്ഞ പുസ്തകം പറവൂരിലവർ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത്, PMS പഠനകേന്ദ്രം ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത് ഭയങ്കര ആഘോഷമായിട്ട് അവർ പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്ത DC ആണ്. അതിൻ്റെ പ്രകാശനമൊക്കെ നടത്തി. അത് കാരണം പറവൂരിൽ ആ പുസ്തകത്തിൻ്റെ കേരളത്തിൽ ഞാനൊരു എഴുത്തുകാരനാണ്.
ഏഴിക്കരക്കുറിപ്പുകൾ ഏഴിക്കരക്കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് വായിച്ചാൽ മതി. അത് അത് പറവൂരിലെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥയാണ്. പറവൂരിലെ സ്വാതന്ത്ര്യ സമരം അതിൽ സാധാരണക്കാരെ ഇങ്ങനെ ഇടപെട്ടു എന്ന് പറയുന്ന ഒരു കഥയാണ്. അത് എഴുതുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രധാന ലീഡർ എൻ്റെ വല്യമ്മയാണ്. പറവൂരിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പുള്ളി. സഖാവ് ശിവൻപിള്ള, പുള്ളി മാത്രം, വേറൊരാൾ ചേന്നോളുകാരൻ കെ എ ജലീൽ. അങ്ങനെ ഒരു 17 വയസ്സായിട്ട് കെ എ ജലീൽ ആത്മഹത്യ ചെയ്തു. കെ എ ജലീൽ എൻ്റെ വല്യമ്മ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സ്പ്ലിറ്റ് ഒക്കെ വന്നത് 1964 ഒക്കെ ആയതുകൊണ്ട് പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പുള്ളി പിന്നെ തിരിച്ചു വന്നിട്ടില്ല, മിസ്സിങ്ങാണ്. ശിവൻപിള്ളയാണ് അതിൽ ഈ ജീവിതത്തിൻ്റെ ഒരു സാധാരണ നിലവാരമൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ച പിടിച്ച് പുള്ളി ഒരു പ്രാവശ്യം MLA ഒക്കെ ഇങ്ങനെ CPIയിലാണ് ശിവൻപിള്ള. അവർ 3 പേരാണ് പറവൂരിലെ 1946 കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് ആയപ്പോൾ മുമ്പ് കോൺഗ്രസ്സുകാരായിരുന്നല്ലോ. പറവൂർ TK നാരായണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഇവരുടെയൊക്കെ സമരം. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരായി, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊരു എൻ്റെ അപ്പം ഈ വലിയ മാമനെ പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് 12 വയസ്സാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പുള്ളിയുടെ മകളൊക്കെ ചേച്ചി കൊണ്ട് നമുക്ക് മദ്രാസിലുണ്ട്. അപ്പം ഇവരുടെ എല്ലാ ഒരു ജീവിതവും കഷ്ടപ്പാടും ഒക്കെ ആ ഒരു കാലത്ത് കണ്ടതിൻ്റെ ഒരു വേദന തീർക്കാനാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. അത് പക്ഷേ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യും. കവിതയുടെ കാര്യം പറവൂരിങ്ങനെ ഇല്ല. അവാർഡ് കിട്ടിയൊരു പുള്ളി എന്നുള്ള നിനക്ക് അറിയുമെങ്കിലും അത് ഈ അവാർഡ് കിട്ടിയതിന് ശേഷം എന്നെ ആരും അങ്ങനെ അറിയുകയില്ല. ഞാൻ ഒരു ഇന്റർവ്യൂവിലൊരിക്കൽ പറഞ്ഞതുപോലെ പറവൂരിൽ ഒരു പൂക്കള മത്സരത്തിൽ ജഡ്ജിയെടുത്തു പോലും എന്നെ വിളിക്കാറുണ്ട്. വിളിക്കുന്നൊരു വലിയ കാര്യം എന്നുള്ള അത്രയും ആശ്വാസം. അത്രയും പറവൂരിൽ എനിക്ക് പോപ്പുലാരിറ്റി ഉള്ളതെന്ന് ഞാൻ അറിയാം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ. പിന്നെ ഈ കവിതയുടെ പുറത്തെന്ന് വെച്ചാൽ ഈ കവിതയുടെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ എനിക്ക് ഇപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ കവിത 98-ലാണ് ഒരു മെയിൻ സ്ട്രീം. മുമ്പ് KG ശങ്കരപ്പിള്ള സാറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം അയ്യപ്പ പണിക്കർ സാർ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെയിൻ സ്ട്രീം മാഗസീനിൽ വന്നത് 98 KC നാരായണനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭാഷാഭൂഷണം സെൻ എന്ന് പറഞ്ഞ കവിത ഞാൻ വായിക്കാൻ വായിക്കാൻ മതി. അപ്പോൾ അങ്ങനെ അങ്ങേര് കത്തെഴുതി ഈ കവിത പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ആദ്യത്തെ ഒരു പട്ടാളത്തിൽ ഞാൻ അറിയുന്നത്. പിന്നെ ഇപ്പോൾ മാധവന്റെ സുഭാഷ് ചന്ദ്രനെ എനിക്കറിയാം. എൻ്റെ സുഭാഷ് ചന്ദ്രൻ എഴുതിയുമ്പോൾ എൻ്റെ 5-8 കവിതകൾ ഓണപ്പണിക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കമൽറാം സജീവ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതുമായിട്ട് പത്രമാഫീസിലും അങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് എനിക്ക് ഓർക്കേണ്ട ശരിക്കൊരാളെന്ന് പറഞ്ഞാൽ എൻ്റെ കവിത ഒരു പ്രധാന കവിത വരുന്നത് ഇതിനൊക്കെ മുമ്പ് 88 വരുന്നത് സരോവരം എന്ന് പറഞ്ഞ മാസത്തിലാണ്. KG പുള്ളിയില്ലല്ലോ, കുമിയൂട്ടോ ഇവിടെ തൃശ്ശൂരുകാരല്ല. അപ്പം ലളിതാണെന്ന് അത് പറഞ്ഞു. അപ്പം ഞാൻ ആ കവിതയുമായിട്ട് ഇങ്ങനെ ഈ പരമേശ്വരനെ എനിക്ക് ചോദിച്ചായിരുന്നു. പരമേശ്വരനെ ചോദിച്ചിട്ട് ഒരു പണി ചെയ്യും. മാഷിടും കൊണ്ട് KG ശങ്കരപ്പിള്ളയുടെ അടുത്തുള്ളൂ. പുള്ളി പറയും ഇതെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിട്ട് ഞാൻ KG ശങ്കരപ്പിള്ളയുടെ അടുത്തു. അപ്പോൾ KG ശങ്കരപ്പിള്ള സാർ ഈ കവിതയുടെ ഒരു വനപ്പക്ഷിയുടെ ചെറുപടി പോലെയാണ്. വേറെ എഴുതിയിട്ടുണ്ടോ ചെയ്യാൻ നോക്കാൻ. എന്നിട്ട് പുള്ളി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ രഘുനാഥനായി. അപ്പം എൻ്റെ ആദ്യത്തെ പുസ്തകത്തെ ഇറങ്ങിയതിനു ശേഷം എന്നെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ച ഒരാളാണ് ഈ KG രഘുനാഥൻ. പുള്ളി ബാങ്കിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ഒരു ഉഗ്രം മനുഷ്യൻ. ഞാൻ ഈ രംഗത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ്റെ ഈ സ്വഭാവമായിട്ടൊരു പരിപാടി നടക്കുന്നത്. ഇത് തലയിലൊക്കെ ചുവന്നുകൊണ്ട് നടന്ന് പണ്ട് 3 വർഷം വെച്ച പോലെ ഇരുന്നതൊക്കെ ഇതൊന്നും ചെയ്യുകയില്ല നടത്തിയിരുന്നെങ്കിൽ നാട്ടുകാരിങ്ങനെ കാണാം. നടത്തി പുള്ളി എന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് കഴിയുകയില്ല.
അപ്പൊ ഈ കെ വി രാമകൃഷ്ണൻ സാറ് ഇന്ത്യ ചെയ്ത ഒരു വലിയ ഗുണത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതൊരു ബുദ്ധിജീവി കവിതയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി വളരെ നെഗറ്റീവായിട്ട് അതേക്കുറിച്ച് എഴുതുകയും, പക്ഷെ അതെന്നെ വളരെ പോസിറ്റീവ് ആക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് പുള്ളിയുടെ എന്നെങ്കിൽ പുള്ളിയുടെ കാലിലൂട്ടി വീഴുമെന്ന് ഞാൻ കരുതില്ല. കാരണം പുള്ളി ആ പറഞ്ഞ വാചകമാണ് എൻ്റെ എഴുത്തിനെ കുറിച്ച് എന്നെ രണ്ടാമത് ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിച്ചു. ചിന്തിച്ച് ഞാൻ അതിൽ നിന്ന് മാറിയൊന്നുമില്ല. ഞാൻ എങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നു അത് തന്നെ എൻ്റെ വഴി ഞാൻ തീരുമാനിച്ചു. അത് തീരുമാനിക്കാൻ കാരണമാക്കിയ ഒരാള് ഈ കെ വി രാമകൃഷ്ണൻ സാറിൻ്റെ വളരെ നെഗറ്റീവായ ഒരു നിരൂപണമാണ്. അപ്പൊ അവര് എഴുത്തിൽ എന്താണ് നോക്ക്, നമ്മൾ നല്ലതെന്ന് പറയുന്ന ആളുകൾ മാത്രമല്ല നമുക്ക് ഗുണം ചെയ്യുന്നത്. ശരിക്കും നമ്മൾ മോശമാണെന്ന് പറയുന്ന ഒരാളും നമുക്ക് എഴുത്തിൽ, എല്ലാ കലയും അങ്ങനെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു ശരിക്കൊരു സുഹൃത്താണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരാൾ എഴുതിയത് വലിയ കേമമാണെന്നൊന്നും പറയുകയല്ല. കേമമാണെങ്കിൽ പറയണം. നമ്മൾ ശരിക്ക് അതേക്കുറിച്ച് കാര്യമായിട്ട് നോക്കി ഇന്ന പ്രശ്നങ്ങൾ അതിനുണ്ട് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ വാസ്തവത്തിൽ നല്ല സുഹൃത്ത്. കാരണം ആൾ നമ്മളെ കൂടുതൽ എഴുതാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരർത്ഥത്തിൽ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നല്ല ചങ്കുറപ്പ് വേണം ആ സന്ദർഭങ്ങളിൽ. അത് കേട്ട് ഒരാളത് മോശമായി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞ പടം മടക്കാനൊന്നും നിൽക്കരുത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എഴുത്തിനെ പറ്റിയിട്ടുള്ള അനുഭവം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ തുറന്നു പറഞ്ഞാൽ ഈ ഒരു ചട്ടപ്പടി ഇടപാട് ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ പാലിച്ചിട്ടില്ല. ചട്ടപ്പടിയിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അങ്ങനെ കൃത്യമായി ജീവിക്കുന്ന ഒരു ഗവൺമെന്റ് വാങ്ങനോ, ഇന്നസെന്റ് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് വാങ്ങിക്കോ, ഇതൊന്നും അത്ര കാര്യമായി ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതും ഒരു അവസാനമാക്കല്ല. കാരണം ഈ മരിയ വർഗോസ് ദിവസം പ്രസിഡന്റൊക്കെ ആയിട്ട് ഇലക്ഷൻ നിന്നാണ്, പ്രസിഡന്റൊക്കെ ആയിട്ട് മത്സരിച്ചാണ്. അതുകൊണ്ട് അപ്പോൾ വരുന്നത് അംബാസഡറായിട്ടുണ്ട് രാജ്യത്തിൽ. നമ്മുടെ സസ്യാനന്ദ മാഷെന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ കൊണ്ട് പറ്റാത്തത്? ഇതുപോലെ ഒരു അത്ഭുത മനുഷ്യൻ ജീവിതത്തിൽ, അതായത് ഒരു മാസം ഒരു 16 ലേഖനങ്ങൾ, ഒരു 16 കവിതകൾ, വേണമെങ്കിൽ ഒരു 16 കഥകൾ, ഇതെല്ലാം വരും. കുറെ പ്രഭാഷണങ്ങളും വരും. എന്താണെങ്കിലും ചെയ്തിട്ടുള്ളത് അതൊക്കെ അത്ഭുത മനുഷ്യരാണ്. അപ്പോൾ ഇതെല്ലാം പറ്റും. സേതു എന്ന് പറഞ്ഞ റേഞ്ചർ ബാങ്കിന്റെ ചെയർമാൻ പോലെയൊക്കെ ആയിരുന്നു. അങ്ങനെ തിരക്ക് പിടിച്ചൊരു പദവിയിൽ എഴുന്നേറ്റ് സേതു ഒന്നായിട്ട് എഴുതിയില്ലേ. അപ്പൊ ഇതിൽ എഴുത്തിന്റെ ഒരു കാര്യത്തിൽ ഒന്നും അന്തിമമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതാൻ നോക്കും, അത്രേ ഉള്ളൂ. ബാക്കി കണ്ടീഷൻസ് അനുസരിച്ച്. അപ്പോൾ ഒരാള് ചിട്ടകൾ പാലിച്ചില്ലെങ്കിൽ അയാൾ വലിയ എഴുത്തുകാരനാണെന്ന് പറയാൻ പറ്റില്ല. ചിട്ടകൾ പാലിക്കുന്നതുകൊണ്ട് എഴുത്തിന് ദൂഷ്യം വരണമെന്നുമില്ല. എന്നാൽ അതൊക്കെ ഓരോരുത്തരുടെ ഒരു അഭിരുചിയുടെ പ്രശ്നങ്ങളാണ്. എങ്ങനെ നമ്മൾ ജീവിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഒളിച്ചോടിയ അതേ ആള് തന്നെയാണുള്ളത്. എൻ്റെ വീട്ടുകാർക്ക് ഇവിടെ ഇട്ടുണ്ട്, അവർക്കറിയാം, എൻ്റെ പിള്ളേർക്കും അറിയാം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ തുടർച്ച. അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ അതിവിനയമോ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ നിന്നിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു അതിവിനിയോഗം കാണിച്ച് ഗംഭീരമായിട്ട് നിൽക്കുക. അതിൻ്റെതായ ദൂഷ്യങ്ങൾ എനിക്കുണ്ട്. അതിൻ്റെതായ ഒരു ദൂഷ്യങ്ങൾ കൊണ്ടാണ് ഒരുപക്ഷെ എൻ്റെ എഴുത്ത് പുറത്തേക്ക് ജനങ്ങൾ അറിയുന്ന രീതിയിൽ വരാൻ ഇത്രയും വൈകിയത്. പിന്നെ അതൊന്നും വലിയ ഒരാളുടെ ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ അത്ര മനുഷ്യന്റെ ജീവിതമാണ് പ്രധാനം. ഞാൻ പറയുന്നത് ഇപ്പൊ വള്ളത്തോളിന്റെ കവിത ഒരു മഹത്തായ കാര്യമാണല്ലോ നമ്മൾ മലയാളത്തിൽ വെച്ചിട്ടുള്ളത്. ഇത് ആരാണ്? കുറച്ച് പിള്ളേര് അത് പഠിക്കും, പാഠപുസ്തകമായിട്ട് പറഞ്ഞു. അല്ലാണ്ട് മനുഷ്യന്റെ ഒരു പൊതുജീവിതത്തിൽ ആരാണ് അത് ഓർത്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന്റെ ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഇതൊന്നും. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനാണ് VK. അങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ട് VK. ഈ വീക്കെൻഡ് എൻ്റെ എസൻസിൽ താഴെയുള്ള പ്രായങ്ങളിലാണ് അങ്ങേരുടെ ഒരാഴ്ച പോലെയുള്ള കൃതികൾ മാതൃഭൂമി ആവശ്യപ്പെടുത്തിട്ട് വന്നത്. അത്ഭുതമുള്ള എഴുത്തുകാർ. VKനെ ആലോചിച്ചിട്ട് കാണുന്നത് നമ്മൾ മലയാളികളുടെ ജീവിതം എടുക്കും. മലയാളികളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു രീതി മൊത്തം മാറി എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇതുപോലെയുള്ള ഇതൊരു വലിയ അത്ഭുതമാണ്. കുറച്ച് ആൾക്കാർ സാഹിത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഇടവേളാണല്ലോ.
അത് കേൾക്കാനൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ അവിടെ എനിക്കുണ്ടൊരു കമ്പനി, അത് ഒരു മ്യൂസിക്കിൻ്റെ ഒരു കമ്പനിയാണ്. ആ മ്യൂസിക്കിൻ്റെ കമ്പനിയിലൊക്കെ പോയാൽ ഏതെങ്കിലും പാട്ടിന് നേരമൊക്കെ വെച്ചാൽ ഒരു ഭാഗം എന്നല്ല, അത് ആരാണ് മനുഷ്യവേദനെ പറ്റി സാഹിത്യത്തിനെ പറ്റി ഇത്രയധികം ബോധമുള്ളത്? ആരാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? ഇത് വെച്ചാൽ ഞാൻ പറവൂരൊന്നും ആരെയും കണ്ടിട്ടൊന്നുമില്ല. കുറച്ചാൾ നിങ്ങൾ വസന്തി ചെയ്യുന്ന അത്ഭുതമാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന് ഇത് കേട്ടിരിക്കാനൊക്കെ അത് വലിയൊരു കാര്യമാണ്. പിന്നെ അത് എക്കാലത്തും ലോകത്തെവിടെയും നേർത്തതുമായിരുന്നു. അതിങ്ങനെ മാസായിട്ട് കത്തുന്ന ഒരു സാധനമൊന്നുമല്ല. ഇതുപോലെയുള്ള ചെറിയ ചിന്തകളാണ് ചില ഇംഗ്ലീഷ് ആധുനിക കവിത മുഴുവൻ പറഞ്ഞത്. റെസ്റ്റോറൻറ്റിൽ കവികൾ അവർ കാപ്പ് കുടിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും തർക്കിക്കുകയും ചെയ്തപ്പോഴാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. I have measured my life with coffee spoons. T.S. Eliot എഴുതിയത് ഇങ്ങനെ. എൻ്റെ ദിവസങ്ങൾ ഞാൻ സിഗരറ്റിൻ്റെ പട്ടുപോലെ ഇങ്ങനെ എരിച്ചു കളഞ്ഞു ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രാമുഖ്യമൊക്കെ മനുഷ്യജീവിതത്തിൽ സാഹിത്യത്തിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം എനിക്കറിഞ്ഞില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ നമ്മുടെ മകൻ്റെയൊക്കെ ഒരു കേസിൽ പറഞ്ഞാൽ അതിനിന്ന് ഈ മുഹമ്മദ് റാഫിയുടെ പാട്ട്, ഗംഭീര പാട്ടുകളാണല്ലോ. മുഹമ്മദ് റാഫിയുടെ പാട്ടൊക്കെ വെച്ചാൽ അവർ ചീത്ത പറയും, ഇതെന്ത് ലാഗിങ് പാട്ടുകൾ അങ്ങനെ വെച്ചേ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പാട്ട് പുള്ളി വെക്കും. ഇന്നത്തെ കാലത്ത് ഒരു പാട്ട് എനിക്കാണെങ്കിൽ മുഹമ്മദ് റാഫിയുടെ പാട്ടെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അവൻ വേണമെങ്കിൽ ഇപ്പുറത്ത് മാറിയിട്ട് ലക്കി അലിയുടെ പാട്ട് വെക്കും. അങ്ങനെ എന്നാ കുറിച്ചുള്ള മധുരമുണ്ട് മധുരമില്ലാത്തൊരു തുണി കഴിക്കാം. തീരെ മധുരം വേണ്ട, എനിക്ക് വെള്ളമായാലും മതി. അത് ഒരു വിഷയമാക്കണ്ട. എൻ്റെ ഭാര്യയും കുടിക്കില്ല, അത് ചായയെ കുടിക്കില്ല. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന ഈ വക കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഇപ്പൊ മാതൃഭൂമി ആഴ്ചപ്പേർക്ക് വായിക്കുന്ന എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടറിയണം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നു എന്ന് കരുതിയിട്ട് കവിത എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളിലേക്ക് പരക്കം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല സാഹിത്യപരമായ ഒരു അഭിരുചി സൂക്ഷിക്കാൻ പറ്റിയതിലും അപ്പുറമായിപ്പോയി നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നീടിട്ട് എൻ്റെ മകൻ്റെ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇപ്പോൾ പകഴിയുടെ ചെമ്മീൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ വേണമെങ്കിൽ ഏത് ചെമ്മീൻ കഴിക്കും. ഞാൻ അവരെ പറ്റി അവർക്ക് വേറെ എനിക്കറിയാൻ പാടാത്ത വേറെ ഒരുപാട് കാര്യങ്ങളല്ല. സാഹിത്യം അതെല്ലാം വലിയ ഇമ്പോർട്ടൻ്റ് പ്രധാനമായ കാര്യങ്ങളുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുമൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമേ ഉള്ളൂ സാഹിത്യവും. അല്ലാതെ നമ്മൾ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ആധികാരികത, അതിനെപ്പറ്റി പറയാനുള്ള ആധികാരികതയൊന്നും ഓരോ എഴുത്തുകാർക്ക് ഇവിടെ കിട്ടുന്നില്ല. കൊടുക്കരുത് തന്നെയാണ് അങ്ങനെ ഒരു ആധികാരികത. ഈ എഴുത്തുകാരുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ബാക്കിയുള്ള മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുകയും ഈ ബാക്കിയുള്ള മനുഷ്യരെ എല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ഇവർക്കുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അതെന്ത് ഇടപാടാണത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതർത്ഥത്തിലാണ് ഇവർ സാധാരണ മനുഷ്യരിലും വലിയ മനുഷ്യരാകുന്നത്? അല്ലെ ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി ഇത്രയും ആധികാരികമായി പറയാനും തിരുത്താൻ ഇവരാകെ ഇവരെല്ലാം ജീവിതത്തിൽ നോക്കി നമുക്കറിയാൻ പറ്റും. അവർ ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരുതരം വർക്ക് തന്നെയാണ്. അത്ര ഉള്ളു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഷോക്ക് അബ്സോർവർ പണിയുന്നൊരു പുള്ളിയെ കണ്ടു. ഈർക്കലി പോലത്തെ ഒരു മനുഷ്യൻ. കൊടുങ്ങല്ലൂരിലെ ഏറ്റവും വലിയ ഷോക്ക് അബ്സോർവർ പണിയുന്ന ആളായത്. ആ പുള്ളിക്ക് നിങ്ങളുടെ ഏതെങ്കിലും വണ്ടിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അയാൾ സ്പ്രിങ്ങൊക്കെ വെച്ചിരുന്ന് തട്ടിമുട്ടി കൂട്ടി ഒരു ഷോക്ക് അബ്സോർവർ കൊണ്ടുവരും. എനിക്ക് തോന്നുന്നത് ഈ ഷോക്ക് അബ്സോർവർ പണിയുന്ന മനുഷ്യനും ഒരു പ്രധാനപ്പെട്ട ആള് തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെയൊക്കെ തന്നെ പൗരാവകാശമെങ്കിലും അയാൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മളതുകൊണ്ട് ഈ എഴുത്തുകാരെ ആരാധനയോട് സമീപിക്കുന്ന ഒരു കാലമൊക്കെ പോയി അവര്
സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചില വായിക്കുന്ന ആളുകൾക്ക് ചില ആളുകളുടെ ഈ ചില വാചകങ്ങൾ, ഇപ്പോൾ ചില അവർ പറയുന്ന ചില വാചകങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറയും. ഇപ്പോൾ എന്താണ് ഈ ഷെനെ ഒരിക്കൽ എഴുതിയിട്ടുണ്ട് ഒരു സാധനത്തിൽ പുള്ളി എഴുതിയിരിക്കുക റയറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. ഫ്യൂണറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് റയറ്റ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ കല്യാണം. എനിക്ക് തോന്നുന്നത് വല്ല മസ്തിഷ്കമരണങ്ങാനും സംഭവിച്ചാലേ ഞാൻ മറന്നുപോകുള്ളൂ. എന്താണത് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. അതായത് ആ വാക്കുകൾ എന്നിലുണ്ടാക്കിയ ഒരു അരിമോ റൈറ്റ് ഓഫ് ഫ്ലവേഴ്സ് എഴുതുകയാണ്. അതുപോലെ ഒരിക്കലൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് ബാലേന്ദ്രൻ പുള്ളിക്കാട് നിരൂപതയുടെ ഐ വാണ്ട് ടു ഡു വിത്ത് യു വാട്ട് സ്പ്രിംഗ് ഡസ്റ്റ് ചെറീസ് പറഞ്ഞ വളരെ വായിച്ച് കേട്ടിച്ചു. ഞാൻ താഴെ നിൽക്കുന്നു ബസ്സിനെ കണ്ടുപോയി. പുള്ളി ബസ്സിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് മാറ്റി ഇങ്ങനെ വായിച്ച് കേട്ടിരിക്കുന്നു. ഞാൻ അന്ന് പഠിച്ചതാണ് ആ വലിയത്. ഇത്രയും അത് എനിക്ക് തോന്നുന്നു ബോധപ്പെടുത്തോളം അത് മുന്നില്ല. അങ്ങനെ ഒരു മാജിക്കുണ്ട് ഈ എഴുത്ത്. അത്ര ഒരു മാജിക്ക് അത് ആസ്വദിക്കുന്നവർക്ക് മാത്രം ഉള്ളതാവുള്ളൂ. അതാണ് ഞാൻ അതിനപ്പുറം എഴുത്തുകാരന് യാതൊരു തരം ആധികാരികത ഉണ്ടെന്നും അവർ സമൂഹത്തെ നന്നാക്കുവാൻ പ്രാപ്തനാണെന്നും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഷെനെ കുറ്റവാളിയായിരുന്നു, ജയിലിലൊക്കെ കിടന്നാണ് എഴുതിയിട്ടുള്ളത്. മഹാ തല്ലിപ്പൊളിയാണ്. അതുപോലെ അതാണ് നമ്മൾ ജീവിതത്തിനെ നേരിടാൻ ജീവിതമല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഇപ്പൊ എൻ്റെ മക്കൾക്കൊക്കെ സമയത്ത് എൻ്റെ മകനൊരു ജേർണലിസ്റ്റാണ്, അവരൊരു പ്രധാന ജേർണലിസ്റ്റാണ്. അവനൊക്കെ എന്നെ പുച്ഛത്തോടുകൂടിയാണ് നോക്കുന്നത്. ഇയാൾ എന്ത് കവിതയാണ് എഴുതുന്നത്, എന്ത് കാര്യം ഇതിനകത്തെന്ന് തോന്നുന്നു. കാരണം അവരുടെ ലൈഫ് വേറെയാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ആളോടെ ഇരിക്കുന്നു, അയാൾ കവിത എഴുതുന്നൊക്കെ പറയുന്നു. അവനാ സമയം വേറെ കാര്യങ്ങൾ രാഷ്ട്രീയത്തിനെ പറ്റിയൊക്കെ പുള്ളി പറയും. എനിക്ക് പുള്ളി അടുത്തൊന്നും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ ഇതിനുള്ള പ്രാധാന്യം മാത്രമേ മനസ്സിലാക്കാനും അത് കൊടുക്കാനും പാടുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ശരിച്ചു പറഞ്ഞു. അല്ലാണ്ട് ഒരു കവിക്കും മനുഷ്യനെ തിരുത്താൻ അവകാശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആധുനികതയിൽ ഒരു കാര്യം എന്താണ്, ആധുനിക കവിതയിൽ ഒരു നായകത്വം ഉണ്ടായിരുന്നു. അതായത് കവി വലിയ പുള്ളി, ലോകത്തിലെ ഒരു മനുഷ്യർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളും അയാൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അയാൾ മനുഷ്യർക്ക് കാര്യങ്ങൾ നന്നായി പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനാണ് ലീഡർ എന്നൊരു തരം ആധികാരികത, അതായത് ഭരണകർത്താക്കളുടെ ആധികാരികതയാണ് ആധുനിക കാലത്തെ കവികളെ നയിച്ചിരുന്നത്. ആ ആധികാരികത ബ്രേക്ക് ചെയ്ത് അത് പൊട്ടിത്തകർന്ന് പോയൊരു കാലമാണ് ഉത്തരാധികാരികൾ എന്ന് വേണമെങ്കിൽ പറയാം. കവിയും ഒരു സാധാരണ മനുഷ്യനെയല്ല, ഒരു ബാധ്യതയില്ല തിരുത്താൻ. എനിക്ക് മനുഷ്യരെ തിരുത്തുന്നതിന് ഇഷ്ടം ഈ സോർബാദി ഗ്രീക്കിലെ സോർബയെ പോലെ നിക്കോസ് കസൻഡാണ്ടിൽ നിന്ന് നോവലാണ്. വൈകുന്നേരം ആവുമ്പോൾ സന്തൂറൊക്കെ വായിച്ച് നൃത്തം ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഒരു കമ്പനി മൊത്തത്തിൽ അവർക്കും വേണം ആ നൃത്തത്തിൽ കൂടാം. ഞാൻ അതായത് ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയാൻ അതിൽ കൂടുതൽ ഒരു പ്രാധാന്യവും ഞാൻ എഴുത്തിന് കൊടുക്കുന്നില്ല. എൻ്റെ എഴുത്തിൽ ചില ആവശ്യങ്ങളുണ്ടായിരുന്നു. ഈ കെ സി നാരായണൻ പബ്ലിഷ് ചെയ്ത കവിതയുടെ കവർ ചിത്രം വീക്കായിരുന്നു. മുമ്പ് KGS എൻ്റെ 2 ഒക്ടോബിയ പാസ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കവർ ചിത്രം ഒക്ടോബിയ പാസ്സായിരുന്നു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ കവിത മാധവൻ വന്നപ്പോൾ അതിൻ്റെ കവറിൽ എൻ്റെ പേര് NS മാധവൻ്റെ പീമച്ചൻ എന്നുള്ള പേരാണ്. പീമച്ചൻ എന്നുള്ള പേര്. പൊതുവെ യുക്തിപരമായി കവിത എഴുതാത്തവരാണ് ഞാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ശരിയുമാണ്. എനിക്കെൻ്റെ കവിതയുടെ കാര്യം യുക്തിപരമായിട്ട് മാത്തമാറ്റിക്കലി ഗണിതത്തിൻ്റെ ഒരു രീതിയിൽ പറയാൻ വിശദീകരിക്കാൻ അറിഞ്ഞുകൂടാതെ ഒരിക്കലും ഞാൻ പഠിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ
ആ സജ്ജിനോട് എടുത്ത് തരാമെങ്കിൽ 2-3 കവിതകൾ ഇപ്പോഴത്തെ ഗതികേട് വായിക്കാൻ കണ്ണട വേണം, അല്ലെങ്കിൽ കണ്ണട വേണം. അത് കാരണം ഇതെപ്പോഴും വയ്ക്കാനായിട്ട് മുമ്പ് കണ്ണിന് 2 കണ്ണും തട്ടി. അപ്പൊ അതെടുത്ത് കളഞ്ഞപ്പോ ഇപ്പൊ കണ്ണടയെ വേണ്ട, വായിക്കാൻ വേണമെന്നാണ്. ഞാനിപ്പോ എങ്ങനെ 2-3 കവിതകൾ വായിക്കാം അല്ലേ? ഞാൻ ചിക്കൻ വയ്ക്കുന്നില്ല, കിട്ടണ പോലെ. ഈ എന്റെ ആദ്യം ഇറങ്ങിയ പുസ്തകത്തിന്റെ ഒരു കീറി പറഞ്ഞൊരു കോപ്പി ഉണ്ടല്ലോ, ആ ഒരു കെ വി രാമകൃഷ്ണൻ സാർ. ഇതാണ് അന്നത്തെ ആ പുസ്തകം. ഇതിന്റെ കവർ ചിത്രം അപ്പു അവതൂർ എന്ന് പറഞ്ഞ ചിത്രകാരനാണ്. ഒരു കവിത ഞാൻ അതിൽ നിന്ന് വായിക്കാം. ജൂൺ എന്നാണ് അതിൻ്റെ പേര്. ചെറിയൊരു കവിതയാണ്. ജൂൺ. മഴത്തുള്ളികളുടെ കുസൃതിയും ഉരുണ്ട മുഖങ്ങളും ഉണ്ടാകേണ്ട ജൂൺ മാസത്തിലെ കുട്ടികൾ ക്ലാസ് മുറികളിലെ മരബെഞ്ചിൽ ഹൃദയം ഉണങ്ങിയ ശില്പിയുടെ മരപ്രാവുകൾ. ജൂണിൽ മഴ പെയ്യുമെന്നും കടലാസ് വഞ്ചി ഇറക്കാമെന്നും ഞാനും മകനോട് പറഞ്ഞിരുന്നു. മഴ പെയ്യാത്തത് മനസ്സിലാക്കാതെ വാശിക്കരച്ചിലും വഞ്ചിയുമായി നടയോടി ഇറങ്ങുന്ന അവന്റെ കയ്യിൽ കടലാസ് വഞ്ചിയുടെ കുഞ്ഞിപ്പിറാവ് കാതടപ്പിക്കുന്ന ഒരു കരച്ചിലൂടെ പുകഞ്ഞു കത്തുന്നു. അവന്റെ മിഴികളിൽ ഉണക്കച്ചില്ലകൾ നീട്ടിയെരിയുന്ന ഭൂമിയിൽ കരിഞ്ഞ പക്ഷികളുടെ പ്രേമഴ ആരംഭിക്കുന്നു. ഇത്രയുള്ളൂ. 1985 എഴുതിയ 1985 ഇത് ആദ്യത്തെ പുസ്തകം. അല്ല, അത് പുസ്തകം പുള്ളി വിമർശിച്ചത് ഈ പുസ്തകത്തിനാണ്. ഈ പുസ്തകത്തിന് ഇതൊക്കെ അന്ന് 19-20 കവിതകൾ മാത്രമുള്ളതാണ്. ഞാൻ ഈ വാക്കുകളെ എങ്ങനെ നമ്മള് ഞാൻ ഈ KC നാരായണൻ പ്രസിദ്ധീകരിച്ച കവിത വായിക്കാം. 98 വന്നതാണ്. സെൻ എന്നാണ് കവിതയുടെ പേര്. സെൻ. 70 സെൻ എന്നാണ്. സെൻ ബുദ്ധിസം എന്നുള്ളതാണ് കേട്ടത്. അതിൽ നിന്നാണ് ആ പേരെടുത്തത്. നിലാവ് പരന്നപ്പോൾ ഇളയ മുള പാടി. എന്റെ നിലാവ് പരന്നപ്പോൾ ഇളയ മുള പാടി അകമലിഞ്ഞ്. എന്റെ ഉള്ളു കലങ്ങിയില്ല, ഞാൻ അനങ്ങിയില്ല. ജനലിലൂടെ കാണാമായിരുന്നു മുളങ്കാട്. നിലാവ് കറുത്ത വാവ് വന്നു. നിലാവിൽ ഇളകിയ ഉള്ള് നീളമായി. ഗ്രാമഭവനങ്ങൾക്ക് വേലികളിൽ ഏടാൻ ഉള്ളുകൾ പടർത്തി. മുള പച്ചച്ചുറച്ചു, ഉണക്കു തട്ടി മഞ്ഞയായി. മുള നാട്ടി ചെന്തെങ്ങിൻ കുലകൾ വച്ചുകെട്ടി ഏരിക്കരയിൽ ഉത്സവം നിന്നു. കാലിത്തൊഴുത്തുകൾ, സുകുമാരഴീക്കോട് പ്രസംഗിക്കാൻ വരുന്ന പന്തൽ, മഴക്കാല പട്ടടപ്പുരകൾ, തിരഞ്ഞെടുപ്പ്. മുള എല്ലാത്തിനും താങ്ങായി. ഓവർടേക്ക് ചെയ്യുന്ന ലോറിയിൽ നിന്നും അപകട ഭീതി പരത്തി അകന്ന് സ്വർണ്ണക്കമ്പുകൾ പോലെ മിന്നി. സിരകളിൽ രക്തം പോലെ എറണാകുളത്ത്, തിരുവനന്തപുരത്ത് എങ്ങും കാണായി. വീട് ആപ്പീസ്, വീട് ആപ്പീസ് എന്നിങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് പോലെ
ഞാൻ തിരുത്താൻ തോന്നാത്തത്ര മിനുസമായി. നഗരത്തിൽ ഒരത്യാവശ്യ കാര്യത്തിന് 6 മണിയാക്കുവാൻ പാർക്കിൽ ഇരുന്നപ്പോൾ മുളംകുഴലുകളുടെ ചെണ്ടേന്തി ഒരു അന്ധഗായകൻ വന്നു. മുളംകുഴലുകളുടെ ചെണ്ടേന്തി ഒരു അന്ധഗായകൻ വന്നു. തിരിച്ചറിയാനായ ഒരു ചൂൺ പാടി നടന്നുപോയി. നിലാവിൻ്റെ കൂർത്ത മുളംപൊളി കൊണ്ട് യന്ത്രം കടഞ്ഞുയർന്ന അപാര ഘടനയുടെ പൂർണ്ണ മിനിസം മുറിപ്പെടുത്തി ഞാൻ ഇന്നൊരു കയ്യൊപ്പ് കോരി. അതാണ് അത് 98 വന്നതാണ്. ഞാൻ അധികം കൂടുതൽ വായിച്ചുകൊണ്ട് ഇത് ഈ 1 മാസം മുമ്പ് മാതൃഭൂമിയിൽ വന്ന 1.5 മാസം മുമ്പ് വന്ന കവിതയില്ല, ചെറിയ കവിതയാണ്. എന്റെ കവിതയുടെ ഇതാണ്. ഇതെന്നാ വന്നത്? ഇത് 2027 മെയ്യിൽ വന്നതാണ്. ഇതിന്റെ പേര് ഉടുപ്പെന്നാണ്. നമ്മളെല്ലാവരും നമ്മൾ എന്ത് ചെയ്താലും അനശ്വരമാകണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. നമ്മളിന് വേണ്ടി നമ്മൾ തട്ടിപ്പോയാലും വേണ്ടില്ല, പക്ഷെ വീടിന്റെ മതില് അനശ്വരമായിരിക്കും. അങ്ങനെയാണ് നമ്മളിങ്ങനെ അത് കെട്ടുമൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാര്യമാണ് ഉടുപ്പെന്നാണ് ഈ കരുതുന്നത്. ഇഷ്ടമായി ആ ഉടുപ്പ്, നല്ല ഡിസൈൻ, തയ്യൽ, ഇഴയടുപ്പ്, നനുത്ത ഒഴുക്ക്, തുണിയുടെ കാര്യം. കൊതി തോന്നി, ചോദിച്ചു, എവിടെ നിന്ന് വാങ്ങി? രസമുണ്ടല്ലേ? ആൾ ഗുണഗണങ്ങൾ പറഞ്ഞു. എൻ്റെ കണ്ണു തിളങ്ങി. 15 കൊല്ലമായി അനങ്ങിയിട്ടില്ല. ആ ഉടുപ്പിനൊന്നും പറ്റിയില്ല. പാവങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, മധ്യവർഗക്കാർ ആരും വാങ്ങിപ്പോയേനെ. നല്ലത്. എങ്കിലും ഇത്തുണി മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛനെ പോലെ ചാവും വരെ മുതുകത്താകില്ലേ? കഥനം, രൂപം, മാതൃക, കളി ഒന്നും മാറില്ല. വേറെ വർണ്ണം വിരിയില്ല, വേറെ ഒച്ച കേൾക്കില്ല. അനശ്വരത വേണ്ട. പിഞ്ഞുന്ന കീറുന്ന കനൽ തൊടുമ്പോൾ സരളമായി പൊട്ടും വെറും ചങ്കിൻ ജീർണവസ്ത്രം മതി. അനശ്വരത വേണ്ട. പിഞ്ഞുന്ന കീറുന്ന കനൽ തൊടുമ്പോൾ സരളമായി പൊട്ടും വെറും ചങ്കിൻ ജീർണവസ്ത്രം മതി. ഒരു വീണപൂ ഉടുപ്പ് മതി എനിക്ക്. വീണപൂർണ്ണ കുമാരനാശൻ കഴിക്കണം. അപ്പോൾ അങ്ങനെ എന്ത് വന്നാലും സംഭവിക്കാത്ത ഒരു ഉടുപ്പും ഒരു ശരീരം എനിക്ക് വേണ്ട. എനിക്ക് ജീർണവസ്ത്രം ഭഗവത്ഗീതയിലൊക്കെ പറയുന്നതാണ്. ജീർണവസ്ത്രം മതി. എനിക്കൊരു വെറും ചങ്ക് മതി. സാധാരണ ഇതിനകത്തൊക്കെ കുളിക്കുന്ന ഒരു വീണപൂ അടിക്കുന്നത് ഉടുപ്പ് മതി എനിക്ക്. ഐ ലൈക്ക് ഓൺലി ദി കൈൻഡ് ഓഫ് ഫാളൻ ഫ്ലവർ പോട്ട്. ഇത് നമ്മുടെ ഈ മനുഷ്യന്റെ അനശ്വരതയ്ക്ക് വേണ്ടി. ഇത് അനശ്വരമല്ലല്ലോ. നമ്മുടെ ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അനശ്വരമല്ല. പക്ഷെ നമ്മൾ ഗേറ്റ് വയ്ക്കാൻ പോലും പറയും, സാറ് ഒരു 2 ആ പണിക്കാരൻ പറയും, സാറ് ഒരു 2 അടി കൂടുതലില്ല, അത് നിൽക്കണ്ടേ? ഒരു 50 കൊല്ലം നിൽക്കട്ടെ. അതായത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ അനശ്വരത ആഗ്രഹിക്കുന്നു. എന്താ അനശ്വരത? ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഭൂമി വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ മനുഷ്യ ജീവിതത്തിന്റെ ഒരു സത്യമാണ് അത്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ അനശ്വരത താമസിക്കുന്നത്? അതിൻ്റെ ഒരു ജീവിതത്തിനെ മനോഹരമാക്കുന്ന അതിൻ്റെ ഒരു താൽക്കാലികമായ നേച്ചർ തന്നെയാണ്. അത് എക്കാലത്തേക്കും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഇല്ലെങ്കിൽ കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ ആ മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞ കവിത പോലെ ഇരിക്കും കാര്യങ്ങൾ. കാലിനില്ലാത്ത കാലം എന്ന് പറഞ്ഞ കവിത ഉണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മുടെയൊക്കെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു വടിയൊക്കെ കുത്തി ഇങ്ങനെ പാകാത്തേക്ക് നടന്നു എങ്ങനെ ഇരിക്കും? അപ്പൊ ജീവിതം അങ്ങനെ പറയുന്നതല്ല. ഞാൻ ഒരു ലാസ്റ്റ് എന്നൊരു കവിത വായിക്കാം. പിന്നെ അങ്ങനെ പറയുന്നെങ്കിൽ ആർക്കും ചോദിക്കണം. ഇത് മാമ്പഴം എന്ന് പറഞ്ഞ കവിതയാണ്. മാമ്പഴം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബൈബിളിലെ പ്രധാന കവിതയാണ്. എന്തുകൊണ്ടാണ് അതിനെ പറ്റി എഴുതാൻ പോയെ എന്ന് ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ മാവുകൾ പല ഇനത്തിൽ 10 രൂപ ഇരട്ടിലുള്ളവരുണ്ട്.
ഇങ്ങനെ മാങ്ങ പടങ്ങാതെ മനസ്സിലായില്ല. ഇപ്പൊ ഈ അമ്മ വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലെ അമ്മയുടെ ഒരു സ്റ്റേജ് അല്ല സംഘടിപ്പിക്കുക. ഇപ്പൊ ഈ സാധനമൊന്നും ആർക്കും വേണ്ട. അവർക്ക് മാങ്ങ ആസ്വദിക്കണമെങ്കിൽ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിൾ മാവന്മാർ കൊണ്ടുപോകും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഞാനും എൻ്റെ കാര്യം ഈ പ്രായമായി ഇത് ഞങ്ങൾക്ക് മാങ്ങയൊക്കെ എടുത്ത് അത് കൈകാര്യം ചെയ്യാവുന്നതിനൊരു ഒരു പരിധിയൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോ ഞങ്ങൾക്ക് ഇതൊക്കെ എന്തിനാണെന്ന് തോന്നുന്നു നിൽക്കുന്ന ഒരു ആർക്കും വേണ്ട ഇതൊന്നും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സ്വിച്ചമർത്തിയാൽ കിട്ടുന്നത്ര രീതിയിൽ ജീവിതം ഒരർത്ഥത്തിൽ വികസിച്ചു. അപ്പൊ ആർക്കാണ് പണ്ടത്തെ പോലെ ഒരു മാമ്പഴം വേണ്ടത്? ഞങ്ങൾ പഠിക്കാൻ നിന്ന് ഈ മാമ്പഴം വരുന്നവർക്കും പോകുന്നവർക്കും വഴിപോക്കർക്കും ഒക്കെ കൊടുക്കും. കുറച്ചായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അതിലെ നടന്നു പോകുന്ന ആൾക്കാരെ അധികം വരാണ്ട്. കാരണം ഈ രോഗികൾ മാമ്പഴം തരും എന്നുള്ള മട്ടായി. ഇത് കൊണ്ടുപോയിട്ട് അതൊന്നും പണിയില്ലേ. ഞാൻ തമാശ. അപ്പോ മാമ്പഴം എന്ന് പറഞ്ഞൊരു കവിത ഒരു പണ്ടത്തെ സിറ്റുവേഷനിൽ നമുക്കൊന്നും കാണാൻ നോക്കില്ല. ഞാൻ പറഞ്ഞത് സത്യമായി. എന്നിട്ട് അവര് ഇവിടെ സഞ്ചരിക്കാൻ എടുക്കും ഈ മാങ്ങയും പറഞ്ഞിട്ടുണ്ട്. ഇവര് വേറെ വഴി പിടിക്കാൻ തുടങ്ങി. കാട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഇവര് പിന്നെ ഈ ഉണ്ണികൾ വീട്ടിൽ നിന്ന് വിട്ടുപോയി വന്നപ്പോ എല്ലാ തറവാട്ടിൽ നിന്നും ആൾക്കാർ കാനഡയിലും ആ സ്റ്റേജിലൊക്കെ ആയിട്ട് ആൾക്കാർ പോകും. എല്ലാ വീടുകളിലും ഒരു വയസ്സിനും മിക്കവാറുമുണ്ട്. അപ്പൊ ഇവര് പോയിട്ട് ഇവര് കാശൊക്കെ ഉണ്ടാക്കുന്നു. അത് നല്ല കാര്യം. കാശ് നമ്മുടെ ജീവിതത്തിന് കാശില്ലാണ്ട് പറ്റൂല്ലല്ലോ. അത് നല്ല കാര്യം. അപ്പൊ ഈ ഉണ്ണികൾ മാമ്പൂക്കൾ തല്ലിക്കൊഴിച്ച് ഒരു പാവപ്പെട്ട ഒരു പ്രിയപ്പെട്ട അമ്മ ഒരു കുഞ്ഞി വടിയെടുത്തതിനെ തല്ലിയത് കൊണ്ട് പനി പിടിച്ച് മരിച്ചു പോയതൊന്നുമല്ല. ഇവരില്ല. ഇവര് കണ്ണു ചെമ്മുന്നതിന് മുമ്പ് ഇവര് ആശയിലേക്കും കാണ്ടേക്കും ഒക്കെ പോയി. ഇവിടെ ഈ ബാക്കിയാവുന്ന ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഞാനിപ്പോഴും ആ സ്റ്റേജ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനും അമ്മൂമ്മ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്നത്. അതല്ല പറയുന്നത്. ശാരീരികമായിട്ട് എനിക്കിപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഇതേവരെയുള്ള അവസ്ഥയിൽ. അപ്പോൾ എനിക്കങ്ങനെയുള്ള ഒരു വയ്യായ്മയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഏത് ആൾക്കാർ ഇവരിങ്ങനെ കാനഡ പോയ അപ്പൂപ്പനും അമ്മൂമ്മ ഇവരിങ്ങനെ ജീവിക്കും. എന്ത് മാമ്പഴം എൻ്റെ വീട്ടിൽ 10-20 മാങ്ങുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുക സത്യമാണ്. അതുപോലെ മുമ്പ് ആഞ്ഞിലി ഒരു വീടിൻ്റെ മുറ്റത്തൊരു ആഞ്ഞിലി നിൽക്കുക അല്ലെങ്കിൽ ഒരു പ്ലാവ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ അഭിമാനമായിരുന്നു. കാരണം ഇപ്പോൾ ഈ പ്ലാവ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ചക്ക പറിക്കാൻ ഞങ്ങൾക്ക് അതും വീണ്ടും കയറി എനിക്ക് ചക്ക പറിക്കാൻ പറ്റില്ല. ചക്ക പറിച്ചാൽ തന്നെ ഇത് മുഴുവൻ വെട്ടിക്കണ്ടിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും? ചക്ക അതുമ്പോൾ നിന്ന് പോയി അണ്ണാനോട്ട്. ഞാൻ കുറെ അതും തിന്നട്ടെ. ഈ നമുക്ക് എടുക്കാവുന്നതിന് 1-2 ചക്ക എടുക്കാൻ യൂസ് ചെയ്ത് തന്നെ എങ്ങനെ ഉപയോഗിക്കുന്നത്? വീട്ടിൽ നിൽക്കുന്ന ഈ ആഞ്ഞിലി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് പ്രൗഢിയുള്ളൊരു മരം. ഇന്ന് ആഞ്ഞിലി ഒന്നും ആക്കുന്നുണ്ട്. അതിന്റെ പകരം റെഡിമെയ്ഡ് മരങ്ങളൊക്കെ. അതൊന്നും പണി ചെയ്യുന്ന ആൾക്കാരും അവര് വാതിലൊക്കെ പണിയുന്ന ആൾക്കാരും എന്ത് ചെയ്യും? അവർക്ക് ഈ മുമ്പ് ഇത് അറപ്പിച്ച് ചിന്തയിലിടുക മുതലായ കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ല. റെഡിമെയ്ഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് അപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പണി കുറഞ്ഞു വികസനം കൂടി. അതിന്റെ ഫലമായിട്ട് നമ്മൾ മുമ്പ് കേരളമെന്ന് കരുതിയിരുന്ന സാംസ്കാരിക മൂല്യങ്ങൾ ഇന്ന് ഏത് തരത്തിലാണ് നമുക്ക് ബാധകമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് അതിനെ ആ നിലയിൽ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ പാസ്റ്റിൻ്റെ ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലേ അതിനെ കാണുന്നത്. പാസ്റ്റിനെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് അത് ഒരു സ്വർണ്ണമയം എന്ന മട്ടിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ ആരാധിക്കാൻ പറ്റുക? ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതർത്ഥത്തിൽ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിനെ ആ ഭൂതകാലം പ്രകാശിപ്പിക്കുന്നു എന്നതാണല്ലോ. നമുക്ക് വഴി നടക്കണ്ടേ ജീവിതത്തിൽ? അല്ലാണ്ട് അതിനെ മാറ്റിയിട്ട് ഏറ്റവും പഴയതെല്ലാം കെങ്കേമാണ് എന്ന മട്ടിലൊന്നും പറയാൻ പറ്റില്ല. പിള്ളേര് കാനഡയ്ക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ അവർ പോകണ്ടേ? അവർക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രൊഫഷൻ കൊണ്ടുപോകണം. അവർക്ക് ജീവിതത്തിൽ ഇത് വേണം. ഇതൊന്നും നമ്മൾ അങ്ങനെ ആകരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതർത്ഥത്തിലാണ് ഈ മാമ്പഴത്തിനെ നമ്മൾ ഇന്ന് കാണുക? പണ്ട് വൈലോപ്പിള്ളി കണ്ട അതേ വൈകാരിക അവസ്ഥയിൽ മാമ്പഴത്തിനെ പറ്റി ഒരുപാട് നാട്ടുകാർ അതിലെ അമ്മയെക്കാട്ടിലും കൂടുതൽ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട്.
അതില് ഒരു അമ്മയുണ്ടല്ലോ, ആ അവസാനം ഈ മാമ്പഴം കൊണ്ട് കൊച്ചിന്റെ കുഴിമാടത്തിൽ വെച്ചിട്ട് കരയുന്ന ആ അമ്മയുടെ ഒരു ലക്ഷം ഇരട്ടി കണ്ണുകൾ തുള്ളികൾ ബാക്കി നാട്ടുകാരും വീട്ടിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് ഈ മാമ്പഴം എന്ന് പറഞ്ഞ കവിതയെ ഞാൻ ഇന്നത്തെ അവസ്ഥയിലേക്ക് പുനരാനയിച്ചതാണ് ഈ മാമ്പഴം എന്ന് പറഞ്ഞ കവിത. ഇന്നത്തെ ഒരാൾക്ക് അതുകൊണ്ടുണ്ടാകും കുഴപ്പമില്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ കേൾക്കണം. വൈലോപ്പിള്ളിയുടെ ആ കവിത മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റിയത്. പക്ഷേ ഇന്ന് ആ പഴയ കാര്യത്തിനെ പഴയ കാര്യത്തിന്റെ ഒരു ആര്യപ്രൗഢിയോടുകൂടിയൊന്നും കാണാൻ ഒരാൾക്കും പറ്റില്ല. എനിക്കെന്നല്ല, ഒരാൾക്കും പറ്റില്ല. ഇത് ഞങ്ങൾ അനുഭവിച്ച കാര്യം. ഇപ്പൊ ആ വീട്ടിന്റെ വഴിയിൽ കൂടെ നടക്കേണ്ടത് ആ ചേച്ചി മാമ്പഴം തരുന്നുള്ള മറ്റിലാണ് നമ്മുടെ നിന്ന് നാട്ടുകാർ പോകുന്നത്. ഇത് ഞാൻ പറയുന്നത് സത്യമായ കാര്യം. അപ്പൊ ഇതില് അതുകൊണ്ട് ഞാൻ അതൊന്ന് വായിക്കാം. കൂടുതൽ സമയമൊക്കെ കണ്ടു വായിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ആന കോടതിയാണ്. അപ്പൊ ആ പഴയ മാമ്പഴം അപ്പൊ ഈ മാമ്പഴം കുന്നുകൂടുന്നു ചന്ദ്രക്കാരൻ മൂവാണ്ടൻ പ്രിയൂരും കല്ലുകെട്ടി മാങ്ങയുടെ പേരാണ്. ഇളവം വന്നെത്തിയിട്ടും ചെറുകാറ്റത്തും ചാറ്റലിലും ഇല പൊഴിയുമ്പോൾ ആർക്കും വേണ്ട മാങ്ങളില്ല. മാമ്പൂക്ക് തല്ലിക്കൊഴിച്ച് ഉണ്ണി പിണങ്ങിപ്പോയതല്ല. മുറ്റത്ത് കളിപ്പാനോ മാമ്പഴം പെറുക്കാനോ ഉണ്ണികൾക്കുണ്ടായില്ല നേരം. സ്കൂൾ വിട്ടു വന്നു വീട്ടുപാഠങ്ങൾ ചെയ്തു. സ്കൂൾ വിട്ടു വന്നു വീട്ടുപാഠങ്ങൾ ചെയ്തു. പല പല ഡിജിറ്റൽ കളികളിൽ നായകൾക്കൊപ്പം കുതിച്ചു. എലികൾ പുലിവീരൻ പൂച്ചയാന്മാരെ പറ്റിപ്പത് കണ്ട് ചിരിച്ചു മറിഞ്ഞു. വാളും തൂക്കുമെടുത്തു അന്യഗ്രഹ ജീവികളെ തുരത്തി. ഇതൊക്കെ ഡിജിറ്റൽ കളികളാണ്. പിസ തിന്നു. മോട്ടോർ സൈക്കിൾ മാമന്മാർ കൊണ്ടെത്തിച്ച മാമ്പഴം ആപ്പിൾ ഓറഞ്ച് ചാറ് കുടിച്ചു. മൊബൈലിൽ കൂട്ടുകാരോട് ഇംഗ്ലീഷ് പറഞ്ഞു. വയലിൻ മാഷ് വന്നു വയലിൻ വായിപ്പിച്ചു. ആഴ്ചയിൽ 2 ദിവസം സുംബ ഡാൻസിന് പോയി. ഇങ്ങനെയൊക്കെ ജീവിതം. കയ്യോ കാലോ വളരുന്നതെന്ന് കണ്ണു ചിമ്മും മുന്നേ ആസ്ട്രേലിയയിൽ ഇച്ചിരി കറുത്തോരമ്മൂമ്മതൻ പൊന്നുമക്കളെ വെളുപ്പിച്ചു മഞ്ഞു പെയ്യും കാനഡയിൽ. എവിടൊക്കെയോ ആയി കുന്നുകൂടുന്നു ദിവസവും മാമ്പഴം. മാമ്പഴമിനെ വീഴ. അമ്മൂമ്മ ദിവസവും മാമ്പഴക്കാളൻ ചാർത്തി. അപ്പൂപ്പൻ രസിച്ചുണ്ടു പിഴിഞ്ഞും കൂട്ടി. അവിടെയും ഉണ്ടാകും മാമ്പഴം ചൊന്നപ്പൂപ്പൻ. കമ്മ്യൂണിസം പോലെ സാഹിത്യം പോലെ. അമ്മൂമ്മ പുഞ്ചിരിച്ചോ കരഞ്ഞില്ലേതായാലും. കുന്നുകൂടുന്നു മാമ്പഴം. അയലത്തുകാർ വഴിപോക്കർക്കും കൈനിറയെ. അയലത്തുകാർ വഴിപോക്കർക്കും കൈനിറയെ. എന്തൊരു ചിരിയായിരുന്നവർക്ക്. പിന്നീട് അവരും മാമ്പഴ സഞ്ചി തൂക്കി നിൽക്കും. അമ്മൂമ്മയെ പേടിച്ച് ഈ വഴി നടക്കാതായി. വിരസം ആവർത്തിക്കും മധുരം സ്നേഹം പോകും. നിങ്ങളൊരു ആദ്യത്തെ ജിലേബി തിന്നുമ്പോൾ ഉള്ളൊരു മൂടല്ലല്ലോ നിങ്ങൾക്ക് 10ാമത്തെ ജിലേബി ഉണ്ട്. വിരസം ആവർത്തിക്കും മധുരം സ്നേഹം പോകും. ഇങ്ങനെ ചക്കരയും കാണുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭാര്യയെ പ്രണയിക്കുന്നു എന്നിരിക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ അവര് തൊഴിക്കും. ഞാൻ പറയുന്നത് അതാണല്ലോ ഇബ്സന്റെ നാടകം. ഇബ്സന്റെ പാവലർ എന്ന് പറഞ്ഞ നാടകം എന്താ? ഈ ആ സ്ത്രീ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാള് ചക്കര തേങ്ങ വാങ്ങിയെന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ ആ സ്ത്രീ വന്നിട്ട് ഇയാൾ സൂത്രത്തിൽ ഇവരെവിടെയാ പോയി എന്താ ഏതാന്നൊക്കെ ഇവര് ചോദ്യം ചെയ്യും. ഇയാള് ചോദ്യം ചെയ്യും. ആ ചക്കര നീ എവിടെ പോയിന്ന് ചോദിക്കും. കണ്ടുപിടിക്കാൻ നോക്കുന്ന എവിടെ പോയിന്നാണ്. മനസ്സിലായോ? അങ്ങനെ നീ ചക്കര തേങ്ങ വാങ്ങി ഉള്ളിയിട്ടേക്ക് ആ സ്ത്രീ എന്താ ചെയ്യുന്നത്? ഇയാളുടെ മുഖത്ത് വാതിലങ്ങോട്ട് പൊക്കിയെടുക്കണം. താൻ പോയി പണി നോക്കാൻ പോയി. അതാണ് ഡോൾസ് ഹൗസ് കിച്ചന്റെ നാടകം. അത് ഇബ്സൻ എഴുതി കഴിഞ്ഞപ്പോ
ഈ ലോറ നോറ നോറ ഈ വാതിലടക്കുന്ന ശബ്ദം കൊണ്ട് യൂറോപ്യൻ ഹിപ്പോക്രസിയുടെ ഫൗണ്ടേഷൻ ഒഴുങ്ങി അല്ലേ? ഇറ്റ് ഷുക്ക് ദ ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ ഫൗണ്ടേഷൻ ഒഴുകിപ്പോയി. വേറെ ആളുകൾ ഇതിനെ പറ്റി പറഞ്ഞു, ആരാ ഈ നാറുന്ന ഓട തുറന്നിട്ടത്? അങ്ങനെയും നിരൂപകർ പറയും. കാരണം അക്കാലത്തെ അപ്പൊ അതാണ് ഈ കപട സ്നേഹത്തിന്റെ പുറത്തുള്ള ഒരു തട്ടാണ് അത്. അത് ഇന്നും വളരെ പ്രസക്തമാണ്. നമ്മുടെ പല മിഡിൽ ക്ലാസ് വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ജോലിക്ക് പോയി ജോലിക്ക് ഇങ്ങനെ ബ്രീഫ് കേസൊക്കെ വെച്ച് ടക്ക എന്നൊക്കെ ജെയിംസ് ബോണ്ടൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ പോയിട്ട് വരുന്ന സംസ്ഥാനം വീട്ടിൽ വന്ന് വീട്ടിൽ ഒരു കാര്യവും ട്രൈ ചെയ്തെടുത്ത് അറിയിപ്പിക്കില്ല. സാമ്പത്തികം പുള്ളി തന്നെ എല്ലാം മാനേജ് ചെയ്യും. പുള്ളി തന്നെ എല്ലാം മാനേജ് ചെയ്യും. അവർക്ക് എന്ത് വേണോ കൊടുക്കും. കാറിന് പോകണോ എല്ലാം ചെയ്യും. അങ്ങനെ അറിയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ സ്നേഹം എന്ന് പറഞ്ഞൊരു അത്യന്തം കപടമായ ഒരു സംഭവം ഇങ്ങനെ വാക്കുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടക്കം പല ബന്ധുക്കാർക്കും ഇത് ശരിയാണോ? ഞാൻ എന്തായാലും അങ്ങനെയല്ല. അതാണ് ഞാൻ ഉറപ്പുള്ളത്. നമുക്ക് പുച്ഛം തോന്നുന്നത്രയും സ്നേഹം ഇങ്ങനെ ജിലേബി തിന്നാൻ കൊടുക്കാൻ മാത്രമല്ല, അത് ഇടിച്ച് പൊടിച്ച് ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ട് അത് വേണം പഞ്ചാരക്കുഴപ്പത്തിൽ മുഖത്തൊക്കെ ഇങ്ങനെ തേച്ചു കൊടുക്കും. അത്രയും കാവട്യൻ മനുഷ്യൻ സ്നേഹത്തിനെ പറ്റി കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനിത് തീർന്നില്ല. വിരസം ആവർത്തിക്കും മധുരം സ്നേഹം പോലും. പിന്നെ അതിൻ്റെ മഴ തോനെ പെയ്തിട്ടും പഴുവിൽ ചാത്തന്മാർ നിലനിന്നെറിയും പോലെ പിന്നെയും കുന്നുകൂടുന്നു മാമ്പഴം. ചാത്തനേറെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മഴ തോനെ പെയ്തിട്ടും പഴുവിൽ ചാത്തന്മാർ നിലനിന്നെറിയും പോലെ പിന്നെയും കുന്നുകൂടുന്നു മാമ്പഴം. ആർക്കും വേണ്ടാതെ മാഞ്ചുവട്ടിൽ തന്നെ ചെയ്യുന്നു. കൊതുകോ കീടങ്ങളോ പാറിക്കളിക്കുന്നു. വിട്ടുപോകുവതെങ്ങനെ മധുര കുരുന്നുകളെ നിങ്ങളെ. അമ്മൂമതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണിന്. മാവിൽ നിന്ന് നൂർന്നിറങ്ങി ഒരണ്ണാർക്കണ്ണൻ പൂവിശലി വാലാൽ അമ്മൂമ്മയെ തഴുകിക്കടന്നു പോയി. അതിൻ്റെ മുതലിൽ 3 സ്വർണ്ണ അണ്ണാന്റെ മുതലത്ത് സ്വർണ്ണത്തിന് ദാനം കൊടുത്തൊരു പൊടിയിൽ കിടന്നുള്ളുമ്പോഴാണ്. ഇവിടെ അമ്മൂമ്മ തന്നെയാണ് ദാനം ആയിരുന്നത്. അതിൻ്റെ മുതലിൽ 3 സ്വർണ്ണ അത്രയുള്ളതല്ല. ഇത് എൻ്റെ വളരെ ട്രൂ ആയ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ഈ കവിത വായിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു വന്ന് ചിരിച്ച് ചത്തു ഈ പിരാനുണ്ടെന്നില്ല യോഗങ്ങൾ. അതാണ് എനിക്ക് നമ്മുടെ സാഹിത്യത്തിനോട് അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുക വേറൊരു കാര്യം. ഈ ഹ്യൂമറിൻ്റെ ഒരു ലാക്ക് ഓഫ് ഹ്യൂമർ നമ്മുടെ ഒരു സാഹിത്യത്തിൽ പൊതുവേ ഉണ്ട്. ലാക്ക് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. കവികളൊക്കെ ഈ ആധുനിക കാലത്തൊക്കെ എഴുതിയുള്ള കവികളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അതായത് വിഷം കുടിച്ചിട്ടാണ് കവിത വായിക്കുന്നതെന്ന് പറഞ്ഞു. ലാക്ക് ഓഫ് ഹ്യൂമർ അത് കഥയിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഈ ഹ്യൂമർ. പക്ഷേ കവിതയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. അയ്യപ്പ പണിക്കർ സാർ എഴുതിയിട്ടുണ്ട് കുറേ ഹ്യൂമർ കവിതകൾ. അങ്ങനെയുള്ള ഒരു പ്രത്യക്ഷ ഹ്യൂമറല്ലേ പറഞ്ഞത്. ജീവിതത്തിന് നമ്മൾ അതിൽ നിന്നും വളർന്നു നോക്കുമ്പോൾ ആ സങ്കടത്തിന്റെ മുഴുവൻ മുകളിൽ നിന്ന് ജീവിതത്തിനെ കാണാൻ നോക്കുമ്പോഴാണ് നമുക്കൊരു ഹ്യൂമർ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഹ്യൂമർ പെടുന്നുണ്ടാവും. ഇതിപ്പോ ആധുനിക കവികൾ മുഴുവൻ ഇങ്ങനെ ഈ ആധുനിക കവികൾ അതായത് നാട്ടുകാർ മുഴുവൻ തെറ്റാണ് ചെയ്യുന്നത്. അവരെ പറഞ്ഞ് തിരുത്തിക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന കവികൾ പോലും അങ്ങനെയൊക്കെ തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത്. ഹ്യൂമറില്ല, ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര ഫിലോസഫിക്കലാണ്. ഭയങ്കര ഫിലോസഫി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒന്നോർത്ത ജീവിതത്തിൽ ചിരിക്കാനില്ലാതെ എന്താ ഉള്ളത്. ഈ മറ്റു കരച്ചിലുകളുണ്ട്. ആ മറ്റു കരച്ചിലുകൾ എന്ന് പറഞ്ഞാൽ കാലം മാറുന്തോറും മാഞ്ഞു പോകുന്ന കരച്ചിലുകളാണത് സത്യത്തിൽ. അതിന് നമ്മൾ ഭാര്യാഭർത്തൃത്വത്തിനെ പറ്റി പറയുമ്പോൾ ആ മറ്റേ ഡക്കാമറോത്ത് കഥകളൊക്കെ വായിച്ചാണ് അതിൻ്റെ വിവരം നമുക്കറിയാൻ പറ്റും. കഥകളിൽ
നല്ലോണം ഹ്യൂമർ വന്നിട്ടുണ്ട്. ഇപ്പൊ VK-നെ പോലെ ഒരു ഗംഭീര പാർട്ടി, അല്ലെങ്കിൽ MP നാരായണ പിള്ളേര്, MP നാരായണ പരിണാമം നോവലൊക്കെ എന്തൊരു നോവലാണത്. അതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടില്ല. കാരണം അതിഭയങ്കരമായിട്ട് കണ്ണീരിനെ കുറിച്ച്, ദുഃഖത്തെ കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചോളാം. ഈ സാഹിത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ കൃത്യമായ ഒരു ലാക്ക് ഓഫ് ഹ്യൂമർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേണോ എന്ന് ആലോചിക്കുന്നതാണ് ഞാൻ. എന്തായാലും അപ്പോൾ ഈ കവിതയുടെ കാര്യത്തിൽ എനിക്കുണ്ടായൊരു സന്തോഷം, ഈ ആളുകൾ വിളിച്ച് പല ആൾക്കാരും എന്നെ വിളിച്ച് അഭിനന്ദിച്ചവർ പറഞ്ഞു അത് വായിച്ചിട്ട് ചിരിച്ച് ചത്തു. എൻ്റെ ഉള്ളിലൊരു അതിഭയങ്കരമായ കരച്ചിലുണ്ട്, എൻ്റെ ഉള്ളിലൊരു കരച്ചിലുണ്ട്. നിങ്ങൾ ഏത് വീട്ടിൽ നോക്കിക്കോ, ഈ കുട്ടികളുടെ അവര് പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, ഇല്ലാന്നല്ല. ഇപ്പൊ എറണാകുളത്തേക്ക് വലിയ ഉള്ള ഒരു ലേഡി ഡോക്ടർ ഉണ്ട്, അവര് അവരുടെ മകൻ കായനാട്ടിൽ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യും, അയാളൊരു ഇലക്ട്രിസിറ്റി ബോർഡിൽ റിട്ടയർഡായാലും ചെയ്യുന്നത്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോവാം, കാനഡയ്ക്ക് പോയി, ഇവിടെ നിന്നിട്ട് എന്നാണ് ചോദിക്കുന്നത്. അതാണ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഏത് സ്ഥലത്തും പോയി കാശിന് വേണ്ടി രണ്ടാം തരം പൗരന്മാരായിട്ട് ജീവിക്കുന്ന. ഇപ്പൊ എൻ്റെ മോനൊക്കെ ഫോറിനിൽ ഒരു ജോലി ഉണ്ടായിരുന്നു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വന്നു. ഞാൻ വരാൻ പോവാന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു കൊല്ലം കൊണ്ട് ഞാൻ ഈ 10-33 കൊല്ലം പഠിപ്പിച്ച് ഉണ്ടാക്കിയതിനും കൊണ്ട് കാശുണ്ടാക്കി. എന്നിട്ട് അവൻ വരുമ്പോ ചില സ്പെഷ്യൽ രീതിയിൽ വാക്കിയ കുപ്പികളും ഇതൊക്കെ എനിക്ക് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ സ്പ്രേ ഒന്നും എനിക്ക് വേണ്ടി കൊണ്ടുവരണ്ട, നീ വന്നോ, എനിക്ക് ഇഷ്ടം പോലെ. ഇവിടെ വന്നവൻ ഇവിടെ സാധാരണ കേരളത്തിലെ ശമ്പളമുള്ള ഒരു കോമഡി മാഷായി ആയിക്കോട്ടെ, നമുക്കതുകൊണ്ട് എന്തോ നഷ്ടം. അപ്പോ ഈ ഇവിടെ ഇരിക്കുന്നവരൊന്നും അങ്ങനെയാണെന്നല്ല കേട്ടോ. പൊതുവെ ജീവിതത്തിൽ കാണുന്നൊരു കാര്യം, ഈ കാശിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തം വിട്ട ഇതെന്ത് ചെയ്യാൻ പറ്റില്ല. എന്താ നമുക്ക് ചെയ്യാൻ പറ്റും? ഇതിനൊരു ലിമിറ്റഡ് ഡയമെൻഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. വഴി നിങ്ങൾ നിന്ന് ഈ മാമ്പഴം ഞങ്ങൾ കൊടുത്ത പോലെ ഇപ്പൊ വാരിയെടുത്ത ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും ഈ പൈസ കൊണ്ട്? എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഏതാണ്ട് പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് ബോധമില്ല, ഇതിൽ ഞാൻ പറയുന്നില്ല. എന്തായാലും എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഇത്രയും സാധാരണമായിട്ടുള്ള ആളുകളോട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചത് ഉണ്ണികൃഷ്ണനെ ഞാൻ അടുത്ത കാലത്ത് പരിചയപ്പെട്ടതാണെങ്കിലും സരസ്വതി ടീച്ചർ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്നതാണ്. മുമ്പ് കണ്ടപ്പോഴേക്ക് അവരുടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരണമിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ എങ്ങോട്ട് പോകുന്ന കാര്യം സത്യത്തിൽ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ പോയില്ലേ, ഞാൻ അങ്ങനെ ഒരു ഇതാണ്, ഇത് പോകാമെന്ന് ഞാൻ വിചാരിക്കും. അപ്പം അങ്ങനെ ഇങ്ങോട്ട് വരാനാണ്. അപ്പം അപ്പോഴേക്ക് ഇതിനു മുമ്പ് ഞാൻ കാര്യമായി പബ്ലിക്കായി സംസാരിച്ച UMS-നകത്ത് ഈ അവാർഡ് കിട്ടിയിട്ട് അവരെന്നെ ആദരിച്ചു കഴിഞ്ഞിട്ട് അതിലെല്ലാവരുടെയും ഒരു പരാതി സാറിന് ഒരാൾ പറയാം ഒരു കുഴപ്പമേ പറ്റുള്ളൂ, സാറിന് ഇത്തിരി കൂടെ നേരത്തെ അത് കിട്ടാൻ പറ്റും എന്ന്. അപ്പൊ ഞാനതിന് മറുപടി പറഞ്ഞില്ല, ഞാൻ 13 വയസ്സിൽ തൊട്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എനിക്ക് അതെല്ലാം ഇനി എത്ര കാലം കഴിച്ചാണ് ഈ കല്യാണം നടക്കുന്നത്? ഞാനിത് ഇപ്പൊ കിട്ടിയ പോലെ ഞാൻ നേരത്തെ ഞാൻ ഭൂമിയിൽ എന്താ പറയുക, അതായത് മുടിയിൽ നരചൂടുക തന്നെ വേണമെന്ന് CM എന്ന് പറഞ്ഞ പോലെ ഭൂമിയിൽ നടന്ന് മുടിയിൽ നരചൂടി എന്ന് തന്നെയാൻ പറയാം. ഭൂമൊക്കെ ചൂടിയത് നര ചൂടിയ ഒരു കാലം എത്തിയപ്പോഴാണ് എനിക്കത് എഴുതാൻ തോന്നിയത്. എനിക്ക് അവാർഡ് അല്ലാണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അവരെല്ലാവരും ചിരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ പറവൂരൊക്കെ തന്നെ വളരെ കുറച്ച് വേദികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ കവിയറിഞ്ഞൊന്നും ഞാൻ വിളിച്ചാൽ പോകാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞു ആ തുഞ്ചൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അതിനെ പോകാം, അവരുടെ നിബന്ധന പോകാമെന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കും തലേ ദിവസം ദൈവം സഹായിച്ച് എനിക്കൊരു പറ്റില്ല. ആ കേരളത്തിൽ ഞാനത് പോകാതെ കഴിച്ചു. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന എല്ലാവരെയും കാണാനൊക്കെ പറ്റിയ വലിയ സങ്കടമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ആർക്കെങ്കിലും ചോദിക്കണമെന്ന് ചോദിച്ചാൽ എന്നെക്കൊണ്ട് ആവുന്ന പോലെ ഞാൻ മറുപടി പറയാം. എനിക്ക് കൂടുതൽ വിശദീകരിക്കാനൊന്നും അറിയാൻ പാടില്ല.
എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കും. നവംബർ 9 തീയതി